യെസ്, കുറെ പേരൊക്കെ അയ്യോ ഇയാള് പിന്നെ വന്നു. യെസ്, എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? ഹാപ്പി ആയിട്ട് പോകുന്നു എല്ലാവരും? അതെ, ഓക്കെ. യെസ്, കുറെ പഴയ മുഖങ്ങളൊക്കെ തന്നെയുണ്ട്. ഓക്കെ, യെസ്. എന്നാൽ നമുക്കൊരു കുഞ്ഞ് പ്രയർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ബുക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കി വയ്ക്കുക. ഒന്ന് കുറേ നാളെ 7ാം ക്ലാസ്സിൽ കയറാണ്ടിരുന്നിട്ട് പെട്ടെന്ന് വന്നപ്പോൾ ഒരു സന്തോഷം. യെസ്, ഇതേ കുറേ പേരൊക്കെ റീസെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരൊന്ന് വിളിച്ചു നോക്കിയാലോ? വെറുതെ വിളിച്ചോ. ഫസ്റ്റ് ആരാ? ആദിത്യ, പറ, എന്താണ് വിശേഷം? ഒന്നുമില്ലേ? റീസെൻ്റൊക്കെ ചെയ്ത് അൺമ്യൂട്ട് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോണ്. ഓക്കെ, യെസ്, മ്യൂട്ട് ചെയ്തു. അടുത്ത ആളായിരുന്നു സാറേ. ദേവനന്ദ, പറ, എന്താണ് ദേവനന്ദ വിശേഷം? എന്താണ് ദേവനന്ദ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല, പഠിക്കുന്നൊക്കെ ഇല്ലേ നന്നായിട്ട്? ഓക്കെ, യെസ് യെസ്. അപ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് റെൻസോ സാർ. യെസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇനി ഇവിടെ ശ്രദ്ധിക്കൂ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു 2 ചാപ്റ്ററാണ്. 2 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചാപ്റ്റർ എടുത്ത് പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 11ാമത്തെ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ആ ചാപ്റ്റർ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. രണ്ടാമതായിട്ട് നമ്മുടെ ഇന്ദ്രജിത് സാർ സോഷ്യൽ സയൻസിൻ്റെ ഒരു ചാപ്റ്റർ എടുത്തിരുന്നു, ഒരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ. ആ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം ബാക്കിയുണ്ട്, അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഇന്നത്തോടെ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. സാർ, യുവർ നെയിം? പുതിയ ന്യൂ സ്റ്റുഡൻസ്. ഓക്കെ, യെസ്. അപ്പോൾ പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. പേര് റെൻസോ എന്നാണ് കേട്ടോ. ഓക്കെ, കുറച്ച് പുതിയ സ്റ്റുഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, യെസ് യെസ്. അപ്പോൾ പേര് റെൻസോ എന്നാണ് കേട്ടോ. പഴയ പിള്ളേരൊക്കെ ഇവിടെ ചിരിക്കുന്നത്. പക്ഷേ ഇയാളത്. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദേവനന്ദ റെഡിയല്ലേ? ഓക്കെ, ആദിത്യ റെഡിയല്ലേ? അപ്പോൾ വാ. അപ്പോൾ നമ്മൾ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ആകെ പഠിക്കാനുള്ളത് 2 ചോദ്യങ്ങൾ. 2 ചോദ്യങ്ങളെ ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അതിൽ ഒന്നാമത്തത് കേട്ടിരുന്നാൽ മതി, ദ റൂൾസ് റിലേറ്റഡ് ടു ദ സെപ്പറേറ്റ് അമ്യൂണിറ്റീസ് ആക്ട്. അതല്ലെങ്കിൽ ഈ കറുത്ത വർഗ്ഗക്കാരെയൊക്കെ ഒഴിവാക്കാനായിട്ട്, അതല്ലെങ്കിൽ പരമാവധി അവരെ അടിച്ചമർത്താനായിട്ട് ആ നാട്ടിൽ ചില ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ ഉള്ളതാണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി എല്ലാവരും. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പോകാനായിട്ട് വാഷ്റൂം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പണക്കാരിക്ക് പോകാനായിട്ട് പൈസ ഉള്ളവർക്കാണെങ്കിൽ വേറെ വാഷ്റൂം, അതല്ലെങ്കിൽ 2 രീതിയിലുള്ളൊരു ഫുഡ്, അതല്ലെങ്കിൽ 2 പേരെയും ട്രീറ്റ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ക്ലാസ് റൂംസ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലൊന്നും അങ്ങനെ ഇല്ല. എല്ലാവരും ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ പണ്ട് കാലത്ത് നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ, സൗത്ത് ആഫ്രിക്കയിൽ അങ്ങനെ ആയിരുന്നില്ല സിറ്റുവേഷൻ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ബീച്ച് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. ആ ഒരു ബീച്ചിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുക. ഇല്ല. ബീച്ചിലൊക്കെ ആർക്ക് വേണമെങ്കിലും പോവാം, അല്ലേ? അതേപോലെ ഭക്ഷണം കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഏതൊരു സ്ഥലത്തും ഓൾമോസ്റ്റ് എല്ലാവർക്കും പോകാനൊക്കെ ആയിട്ട് പറ്റും, ഫിനാൻഷ്യലി ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ ബീച്ചിൽ മറ്റു കാര്യങ്ങൾക്ക് അങ്ങനത്തെ റെസ്ട്രിക്ഷൻ പോലും ഇല്ല. പക്ഷേ സൗത്ത് ആഫ്രിക്കയിൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അവിടെ ചില ആൾക്കാർക്ക് ചില റെസ്ട്രിക്ഷൻസ് മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് അത്തരം റെസ്ട്രിക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സെപ്പറേറ്റ് അമ്യൂണിറ്റീസ് ആക്റ്റുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ ചില ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ആ ബോർഡുകളാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. ഒന്ന് നോക്കണോട്ടോ ആ ബോർഡുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന്, എൻട്രി ഓൺലി ഫോർ നോൺ വൈറ്റ് മെയിൽസ്, അതായത് വെള്ളക്കാരല്ലാത്ത പുരുഷന്മാർക്ക് മാത്രം ഈ ഒരു പ്രദേശത്ത് പ്രവേശനം. 2, പ്ലേ പാർക്ക് ഫോർ യൂറോപ്യൻ ചിൽഡ്രൻ ഓൺലി, യൂറോപ്യൻ കുട്ടികൾക്ക് മാത്രമുള്ള കളിസ്ഥലം. അല്ലാത്തവർ, ഈ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ളവർ ആ സ്ഥലത്ത് ചെല്ലാൻ പാടില്ല. എൻട്രി ഓൺലി ഫോർ വൈറ്റ്സ്, വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലം. അടുത്തത്, these public places and the amenities there are have been reserved for the exclusive use of the white. ഈ പൊതുസ്ഥലവും സൗകര്യങ്ങളും വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി
അടുത്തത് ബിവെയർ ഓഫ് നേറ്റീവ്സ്. ഈ ഒരു സ്ഥലത്തുള്ള തദ്ദേശീയരെ സൂക്ഷിക്കുക, അതായത് കറുത്ത വർഗ്ഗക്കാരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് പോയിന്റ് അണ്ടർ സെക്ഷൻ 37 ഓഫ് ഡർബൻ ബീച്ച് ലൂസ്, ഡർബൻ ബീച്ച് ഈസ് റിസർവ്ഡ് ഫോർ ദ സോൾ യൂസ് ഓഫ് വൈറ്റ്. ഡർബൻ തീര നിയമം 37 പ്രകാരം ആ ഒരു ബീച്ച് ആർക്ക് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, ആ ഒരു കടൽ തീരം വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കറുത്ത വർഗ്ഗക്കാര് അവരുടെ നാട്ടില് എത്രത്തോളം വിവേചനം അതല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനം അനുഭവിക്കേണ്ടി വന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം സൗത്ത് ആഫ്രിക്കയിൽ അവിടെ സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. എല്ലാ സ്ഥലത്തും എല്ലാവർക്കും പ്രവേശനമില്ല. മെയിൻ ആയിട്ട് ഈ ബ്ലാക്ക് വൈറ്റ് ഡിസ്ക്രിമിനേഷൻ ആണ് എവിടെ ഉണ്ടായിരുന്നത്, സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച എല്ലാവരും. ഓക്കെ, അപ്പൊ ചിലപ്പോ ഇത് നമ്മുടെ വരാൻ പോകുന്ന പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാം. ഈ മുകളിൽ തന്നേക്കുന്ന ബോർഡുകൾ, അതായത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ സൗത്ത് ആഫ്രിക്കയിൽ കാണിച്ചിരുന്ന ബോർഡുകളാണല്ലോ. ഈ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കും, എടാ ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ബോർഡുകളെല്ലാം സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്, എന്താ ചില സ്ഥലത്ത് വെച്ചിരുന്ന ബോർഡുകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സൗത്ത് ആഫ്രിക്കയിൽ കറുത്ത വർഗ്ഗക്കാർ വിവേചനം നേരിട്ടിരുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്, ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിരുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് ഇതിനെതിരെ പിന്നീട് സൗത്ത് ആഫ്രിക്കയിൽ എന്താണ് നടന്നത്, അതാണ് തൊട്ടടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്, സൗത്ത് ആഫ്രിക്കൻ ഫ്രീഡം മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചിലപ്പോൾ ഇത് ഇങ്ങനെ ചോദിക്കാം. ഞാൻ പറഞ്ഞ ചോദ്യവും കൺസെപ്റ്റും ക്ലിയർ ആയെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ച എല്ലാവരും. ഓക്കെ, യെസ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കേട്ടിരിക്കണം. അത് കഴിയുമ്പോൾ ഞാൻ ആരോടെങ്കിലൊക്കെ ചോദിക്കൂട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളും കഥയും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. സൗത്ത് ആഫ്രിക്കയിൽ സ്ഥാപിച്ചിരുന്ന കുറച്ച് ബോർഡുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തൊക്കെയാണ്? വെള്ളക്കാരായിട്ടുള്ള അല്ലാത്തവർക്ക് മാത്രം പ്രവേശനം, വെള്ളക്കാരായിട്ടുള്ളവർക്ക് മാത്രം പ്രവേശനം, യൂറോപ്യൻ ചിൽഡ്രൻസിന് മാത്രമുള്ള ഒരു പ്ലേ പാർക്ക്, പിന്നെ അതേപോലെ തന്നെ ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില പൊതുസ്ഥലങ്ങളെല്ലാം വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്ത് കൊടുക്കുന്നു, തദ്ദേശീയരെ അതായത് കറുത്ത വർഗ്ഗക്കാരെ സൂക്ഷിക്കണം, പിന്നെ അതേപോലെ ഡർബൻ ബീച്ച് ലോസ്, അതായത് ആ ഒരു ബീച്ചിൽ ആർക്ക് മാത്രം കയറാൻ പാടുള്ളൂ, വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രം കയറാൻ പാടുള്ളൂ. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആക്ടിവിറ്റിയിലത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പൊ നമ്മൾ എന്ത് പറയണം? നമ്മൾ പറയണം അവിടെ കറുത്ത വർഗ്ഗക്കാർ അവരുടെ നാട്ടിൽ എത്രത്തോളം ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഫേസ് ചെയ്തിരുന്നു, മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിട്ടിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ പറയുന്ന ബോർഡുകൾ എല്ലാം. ആ ഒരു ചോദ്യം ചോദിച്ചാൽ ആൻസർ പറയാൻ പറ്റുന്നുള്ളവർ ഡാറ്റ കാണിച്ച്, ആ ഒരു ചോദ്യം ചോദിച്ചാൽ ആൻസർ പറയാൻ പറ്റുന്നുള്ളവരൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കാട്ടോ. ഇനി ഇത് 1 മാർക്കിന്റെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം 4 മാർക്കിന്റെ. ഓക്കെ, ആക്ടിവിറ്റി നമുക്കറിയാം, ഒരു ആക്ടിവിറ്റി 5 മാർക്കിന്റെ അല്ലേ. ഒരു ചോദ്യം ഇങ്ങനെ കൊണ്ടുപോയി, ബാക്കി 4 മാർക്ക് എന്തിലായിരിക്കും വരുന്നത്? ഇതിനെതിരെ പിന്നീട് ദക്ഷിണാഫ്രിക്കയിൽ എന്ത് നടന്നു വിവരിക്കുക. അതായത് ഇതിനെതിരെ നടന്നാണ് സൗത്ത് ആഫ്രിക്കൻ ഫ്രീഡം മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. സാധാരണ ഇതിനകത്തുണ്ടല്ലോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമര രീതിയുണ്ട്. ചിലപ്പോൾ നമ്മൾ ബാക്കി നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിലൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അവർ സ്വീകരിച്ചത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമരരീതിയാണ്. ആ ഒരു സമരരീതി പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ സഞ്ജു സാറൊക്കെ ഒരുപാട് പറ്റിയിട്ടുള്ളൊരു സമരരീതിയാണത്. ആ ഒരു സമരരീതിയുടെ പേരാണ്, ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റൂ? ചിലപ്പോൾ നമ്മളും ചിലപ്പോൾ ആ ഒരു സമരരീതിയൊക്കെ നമ്മൾ ടെസ്റ്റ് അടിച്ചിട്ടുണ്ടാവും. ഇനി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും ടെസ്റ്റ് അടിക്കാൻ നിൽക്കരുത്. ഏതെങ്കിലും പാരൻസ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ തലക്കെട്ടടിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സമരരീതി യെസ് ആരാണ് പറഞ്ഞേക്കുന്നത്? അഭിനന്ദ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്റ്റേ അറ്റ് ഹോം, അതായത് വീട്ടിലിരിപ്പ് സമരം എന്ന് പറയും. അപ്പോൾ നമ്മൾ സാധാരണ സഞ്ജു സാറൊക്കെ സാധാരണ ചെയ്തിരുന്നത് ഏതെങ്കിലും ടീച്ചർ പ്രത്യേക ദിവസം ഒരു ടെസ്റ്റ് പേപ്പർ പറഞ്ഞാൽ അന്ന് ചിലപ്പോൾ വീട്ടിലിരിപ്പ് സമരം ഉണ്ടാവും. പിന്നെ എല്ലാം പോയിട്ട് നേരിടും, വീട്ടിലിരുന്നു കൊണ്ട് നേരിടും. ഇനി രണ്ടാമതായിട്ട് ഈ മെയിൻ പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ട് പേപ്പർ കിട്ടുന്നൊരു ചടങ്ങുണ്ടാവും. അപ്പോൾ ആ പേപ്പർ കിട്ടുന്ന ദിവസം ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ആ ദിവസം വീട്ടിലിരിപ്പ് സമരം ആയിരിക്കുള്ളൂ. അപ്പോൾ ആ വീട്ടിലിരിപ്പ് സമരമൊക്കെ എന്ത് ചെയ്യും? ദേവനന്ദയൊക്കെ ചിരിക്കുന്നുണ്ട്, ഇതിന്റെ മെയിൻ ആളാണ്. അപ്പോൾ ഈ സമരത്തിന്റെ ഒക്കെ ആ ഗ്രീൻ കളറാണ് സാറേ, ഏഞ്ചലീനയും വീട്ടിലിരിപ്പ് സമരത്തിന്റെ ആളായിരിക്കും. ആണോ ഏഞ്ചലീന? അല്ല, ഞാൻ അത്രക്കാരി നെയ്യേ. അപ്പോൾ ഇവിടെ ശരിക്കും വീട്ടിലിരിപ്പ് സമരം എന്തിനാണെന്ന് അറിയോ?
ഈ വെളുത്ത വർഗ്ഗക്കാർക്കാണ് മാക്സിമം ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അവരുടെ ആ ഒരു ബെനിഫിറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് കറുത്ത വർഗ്ഗക്കാർ എന്ത് ചെയ്തു, ഫാക്ടറി, അതേപോലെ സ്കൂൾസ്, അതേപോലെയുള്ള പബ്ലിക്കായിട്ട് ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യാതെ അവർ വീട്ടിലിരുന്നു കൊണ്ട്, ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരുന്നു കൊണ്ട് അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ സമരം ചെയ്തു. നെൽസൺ മണ്ടേലയൊക്കെയാണ് അതിന് ആഹ്വാനം കൊടുത്തത്. പക്ഷേ അധികം നാൾ സക്സസ്ഫുൾ ആയിട്ട് റൺ ആയില്ല, പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കാരണം. ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക സമര രീതിയാണ് വീട്ടിലിരിപ്പ് സമരം, സ്റ്റേ അറ്റ് ഹോം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് തിരിച്ചടികൾക്കൊക്കെ ശേഷം ഏറ്റവും ലാസ്റ്റ് ഈ പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനം മാറ്റിക്കൊണ്ട് ദക്ഷിണാഫ്രിക്കയിൽ പുതിയൊരു പാർട്ടി, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി അധികാരത്തിൽ വരികയും നെൽസൺ മണ്ടേല അവരുടെ നേതാവായിട്ട് അല്ലെങ്കിൽ പ്രസിഡന്റായിട്ട് അവിടെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്, സൗത്ത് ആഫ്രിക്കൻ ഫ്രീഡം മൂവ്മെന്റിന്റെ ഒരു ബ്രീഫ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ കറുത്ത വർഗ്ഗക്കാർ ഒരുപാട് തിരിച്ചടികൾ നേരിടുന്നു, വീണ്ടും ഒന്ന് ഉയർന്നു വരാൻ നോക്കുന്നു, വെളുത്ത വർഗ്ഗക്കാർ വീണ്ടും അടിച്ച് അമർത്തുന്നു. പിന്നീട് ഒരുപാട് സമരങ്ങൾക്കൊക്കെ ശേഷം എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ കറുത്ത വർഗ്ഗക്കാർക്ക് ഈ വർണ്ണ വിവേചനം അഥവാ ഡിസ്ക്രിമിനേഷൻസ്, അപ്പാർത്തൈഡിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു, അവർക്ക് ഫ്രീഡം കിട്ടുന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുന്നു. നെൽസൺ മണ്ടേല അവരുടെ നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇതാണ് ഇതിൽ പഠിക്കാനുള്ള ഒരു ബ്രീഫ് സ്റ്റോറി എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ നേഹ? ആണോ? ആണ്. യെസ്. ഓക്കെ, അപ്പോ പറഞ്ഞോട്ടെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. സിമ്പിൾ സാധനം. ഒന്ന്, ദ ബ്ലാക്സ് ഓഫ് ദ സൗത്ത് ആഫ്രിക്ക ഫേസ്ഡ് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആൻഡ് കൾച്ചറൽ ഡൗൺഫാൾ. അതായത് കോളനി വൽക്കരണത്തിനും വർണ്ണ വിവേചനത്തിനും ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതം പ്രതികൂലമായിട്ട് ബാധിച്ചു. അതായത് ഇവിടെ മുതൽ നോക്കിയാൽ മതി, ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാര് രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും തകർച്ച നേരിട്ടു. പറയുമ്പോൾ പല രീതിയിലുള്ള വികസനവും ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായി, പക്ഷെ അതൊന്നും ആർക്ക് ബെനിഫിറ്റ് ആയില്ല, കറുത്ത വർഗ്ഗക്കാർക്ക് നേട്ടമായിട്ടൊന്നും കിട്ടിയില്ല. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, അത്രയും കാര്യം. ഓക്കെ, ഒരു 3 പോയിന്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, എടാ എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞിട്ട്, അപ്പോൾ റൈസ് ആൻഡ് ചെയ്ത് വന്നേക്കണം. ഓക്കെ, യെസ്, എന്നോടല്ല, നോക്കാം. ദ ബ്ലാക്സ് ഓഫ് ദ സൗത്ത് ആഫ്രിക്ക ഫേസ്ഡ് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആൻഡ് കൾച്ചറൽ ഡൗൺഫാൾ. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായിട്ടും തകർച്ച നേരിട്ടു. ഈ നേട്ടങ്ങളെല്ലാം ആർക്കാണ് കിട്ടിയത്? വെളുത്ത വർഗ്ഗക്കാർക്ക് അഥവാ വൈറ്റ്സിനാണ് കിട്ടിയത്. ഇനി, ത്രൂ ദ നാഷണൽ ഇക്കോണമി grew rapidly, the native population struggled to meet even their basic needs. ഈ കൊച്ചിന്റെ പേരെന്താണ് സാർ? കൃഷ്ണ. മനസ്സിലാവുന്നില്ലേ? എന്താണ്? പൂച്ചേ? കൃഷ്ണ എവിടെ പൂച്ച? അത് ശരി, വാവ്, ഒന്ന് സ്പോട്ട് ചെയ്താലോ? ഹായ്. യെസ്, രണ്ടെണ്ണം ഒക്കെ ഉണ്ടോ? വാവ്, എൻ്റെ ക്ലാസ് കേൾക്കാൻ പൂച്ചകളൊക്കെയാണ് വന്നേക്കുന്നത്. മ്യൂട്ട് ചെയ്തു. ശരി, പറഞ്ഞോട്ടേക്ക്. ഓക്കെ, പൂച്ചനെ കളിപ്പിക്കുന്നല്ലോ, പക്ഷെ ക്ലാസ് ശ്രദ്ധിക്കണോട്ടോ കൊച്ചേ. അപ്പൊ നോക്കാം. യെസ്, അത്യാവശ്യം എന്താ നല്ല കാര്യങ്ങളൊക്കെ അവിടെ നടന്നു എങ്കിൽ കൂടെ പക്ഷെ സാമ്പത്തികമായിട്ട് വികസനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കറുത്ത വർഗ്ഗക്കാർ അപ്പോഴും വിവേചനം നേരിട്ടിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. ദ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടിയാണ്. ആരുടെ? ഈ കറുത്ത വർഗ്ഗക്കാരുടെയൊക്കെ ഒരു പാർട്ടിയാണ്. നെൽസൺ മണ്ടേലയായിരുന്നു പ്രധാനപ്പെട്ട ലീഡർ, അതും കൂടെ ഓർത്തിരിക്കുക. ദ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് നെൽസൺ മണ്ടേല സ്റ്റാർട്ടഡ് അജിറ്റേഷൻസ് അക്രോസ് ദ കൺട്രി ഫോർ ദ emancipation of the black. In the early stage, the protests were peaceful civil disobedience movements. അതായത് നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിനായിട്ട് രാജ്യവ്യാപകമായിട്ട് പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭിച്ചു. ആദ്യകാലങ്ങളിലെ പ്രക്ഷോഭങ്ങൾ തികച്ചും സമാധാനപരമായിട്ടുള്ള നിയമലംഘന സമരങ്ങളായിരുന്നു, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. നമ്മൾ അടുത്ത വർഷം ഒക്കെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ഗാന്ധിജി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒരു 3 പോയിന്റുകൾ പറഞ്ഞു. ഈ 3 പോയിന്റുകൾ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്കണം. ഒന്ന് നോക്കാം, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നേ. ഒന്നാമതായിട്ട്, അവിടെ ഉണ്ടായിരുന്ന ബ്ലാക്സ്, സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കറുത്ത വർഗ്ഗക്കാര് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, കൾച്ചറൽ ഡൗൺഫാൾ നേരിട്ടിരുന്നു. അതായത് ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കറുത്ത വർഗ്ഗക്കാർ രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും തകർച്ച നേരിട്ടു. ഒന്നാമത്തെ പോയിന്റ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഒന്ന് തലയാട്ടി എല്ലാവരും. ഒന്നാമത്തെ പോയിന്റ് എനിക്ക് ഓക്കെ ആണെങ്കിൽ യെസ്. അപ്പോൾ പൊളിറ്റിക്കലി, എക്കണോമിക്കലി, കൾച്ചറലി ദേ ഫേസ് ഡൗൺഫാൾ. ഇനി രണ്ടാമതായിട്ട് ത്രൂ ദ നാഷണൽ ഇക്കോണമി ഗ്രൂ റാപ്പിഡ്ലി, ദ നേറ്റീവ് പോപ്പുലേഷൻ സ്ട്രഗിൾ ടു മീറ്റ് ഈവൻ ദെയർ ബേസിക് നീഡ്സ്. ദേശീയ സമ്പദ് വ്യവസ്ഥ വളർന്നു എങ്കിലും ഈ തദ്ദേശീയര്, ഈ കറുത്ത വർഗ്ഗക്കാർ എന്ത് ചെയ്തു? അവിടെയും തകർച്ച നേരിട്ടു, അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടി.
ഇതിൽ നിന്ന് ഒന്ന് സെറ്റായി വരാനായിട്ടാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായിട്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു. ആദ്യ കാലഘട്ടങ്ങളിൽ സമാധാനപരമായിട്ടുള്ള സിവിൽ നിയമലംഘന സമരങ്ങളാണ് അവിടെ നടത്തിയിരുന്നത്. അതായത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റുകളാണ് അവിടെ നടത്തിയിരുന്നത്. ഈ 3 പോയിന്റ് എനിക്ക് മനസ്സിലായി, തിരിച്ചു പറഞ്ഞു തരാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്തോളൂ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാവാത്ത ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഒരു പ്രാവശ്യം കൂടെ പറയാം. സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കറുത്ത വർഗ്ഗക്കാർ എക്കണോമിക്കലി, കൾച്ചറലി, പൊളിറ്റിക്കലി ദേ ഫേസ് എ ഡൗൺഫാൾ. രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായും സാംസ്കാരികപരമായും തകർച്ച നേരിട്ടു. രണ്ടാമതായിട്ട് സമ്പദ് വ്യവസ്ഥ അഥവാ എക്കോണമി ഗ്രോ ചെയ്തു എങ്കിലും അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ്സ് പാവപ്പെട്ടവരെന്ത് ചെയ്തു, അപ്പോഴും തകർച്ചയാണ് നേരിട്ടെ. അപ്പോൾ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന നെൽസൺ മണ്ടേല പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭിച്ചു. ആദ്യ കാലഘട്ടങ്ങളിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, പീസ്ഫുൾ ആയിട്ടുള്ള സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് സമാധാനപരമായിട്ടുള്ള സിവിൽ നിയമലംഘന പ്രസ്ഥാനങ്ങളാണ് എന്ത് ചെയ്തത്, അല്ലെങ്കിൽ സമരങ്ങളാണ് അവിടെ നടത്തിയത്. അപ്പോൾ ഇത്രയും ഭാഗം ഈ 3 പോയിന്റ് തിരിച്ചു പറഞ്ഞു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്തോ, ഐദർ ഇംഗ്ലീഷ് ഓർ മലയാളം നിങ്ങളുടെ ഓൺ വേർഡ്സിൽ പറഞ്ഞോ, കഥ മനസ്സിലായിരുന്നാൽ മതി. ഓക്കെ സർ, ആദ്യം നമുക്ക് വൈകിയെ വിളിക്കാം. വിളിച്ചോ? വൈക ഒന്ന് പറഞ്ഞു തന്നെ എന്തൊക്കെയാണ് മനസ്സിലായത് ഈ പറഞ്ഞ സൗത്ത് ആഫ്രിക്കൻ ഫ്രീഡം മൂവ്മെന്റ്സിൽ, പറഞ്ഞോ. സൗത്ത് ആഫ്രിക്കയിലുള്ള ബ്ലാക്സ് പൊളിറ്റിക്കലി, എക്കണോമിക്കലി, കൾച്ചറലി ഇതേ ഫേസ് എ ഡൗൺഫാൾ, തകർച്ച നേരിട്ടു. അടുത്തത് ഡൗൺ ആണ്. പിന്നെ അവര് എന്താണ് ബ്ലാക്സ് അവരതിലും പരാജയപ്പെട്ട്, അതായത് നേറ്റീവ്സിൽ ജീവിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടു വരാനായിട്ടാണ് ഏത് പാർട്ടി വന്നത്? നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ ഏത് പാർട്ടി? പാർട്ടിയുടെ ഒരു പേരുണ്ടായിരുന്നല്ലോ. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. അതെ, മ്യൂട്ട് ചെയ്തു പോക്കോ. ഈ ഒരു സാധനം നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ എൻജോയ് ചെയ്ത് നമ്മുടെ സഞ്ജു സാറിന്റെ പഴയ ഗേൾഫ്രണ്ടിന്റെ പേരാണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സംഭവം അങ്ങനെ ആയിരുന്നു. ഐഡിയയിലോ എന്നാണല്ലേ, സോറി, ഒരു ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് യൂത്ത് ലീഗ്. ഓക്കെ, ആൻസി ലീഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുള്ളവരൊക്കെ ഒന്ന് ഡാറ്റ കാണിച്ച്. യെസ്, അതൊക്കെ ഓർമ്മയുണ്ട്. ഓക്കെ, യെസ്, ദേ ആൻസി വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ യൂത്ത് ഇല്ല, അവിടെ എന്താ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, ആൻസി അങ്ങനെ പെട്ടെന്ന് മറന്നു പോകരുത്. ഓക്കെ, യെസ്, ഓക്കെ, യെസ്, സഞ്ജയ് സാർ ഇവിടെ ചിരിക്കുന്നു, പഴയ ഓർമ്മകളിലോട്ട് പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ പറയും, ശ്രദ്ധിച്ചിരുന്നു. കറുത്ത വർഗ്ഗക്കാര് എക്കണോമിക്കലി, പൊളിറ്റിക്കലി എന്താ കൾച്ചറലി അവർ ഡൗൺഫാൾ നേരിട്ടു. എക്കണോമിക്കലി കൺട്രി ഗ്രോ ചെയ്തെങ്കിലും അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ്സ്, തദ്ദേശീയർ എന്ത് ചെയ്തു, അത് കുറച്ച് ബുദ്ധിമുട്ടി ജീവിക്കാനൊക്കെ ആയിട്ട്. പുട്ടും പപ്പടവും ചേർത്ത് തകർത്തടിക്കുകയാണ് ഒരുത്തൻ. അടുത്തത് മൂന്നാമത്തത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നെൽസൺ മണ്ടേലയുടെ ലീഡർഷിപ്പിൽ സമരങ്ങളൊക്കെ ആരംഭിച്ചു. ആ സമരങ്ങളായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ പീസ്ഫുൾ ആയിട്ടുള്ള സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ് നടത്തിയത്. ഓക്കെ, ആരെങ്കിലും ഒരാൾ ഇതൊന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുന്നുള്ളവർ റൈസ് ഹാൻഡ് ചെയ്തേ. ഈ 3 പോയിന്റ്സ് ഒരു പ്രാവശ്യം നല്ല ഫുൾ സ്പീഡിൽ കിടിലോസ്കി ആയിട്ട് പറയാൻ പറ്റുമെന്നുള്ളവർ വിളിക്കൂ. കൃഷ്ണദേവൻ വിളിച്ചോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പുതിയ സ്റ്റുഡൻസ് വന്നിട്ട് പറഞ്ഞില്ലേ, അവരെ വിളിക്കാം കേട്ടോ. ഓക്കെ, വിളിച്ചോ. ആദ്യമായിരുന്നു കൃഷ്ണദേവോ. കൃഷ്ണദേവ് പറഞ്ഞോ. യെസ് സർ, പറയൂ, എന്തൊക്കെയാണ് ഇപ്പൊ പഠിച്ച 3 പോയിന്റ്സ്? ബ്ലാക്സ് കൾച്ചറലി ദേ ഫേസ് എ ഡൗൺഫാൾ. പിന്നെ നാഷണൽ എക്കോണമി. പക്ഷേ നേറ്റീവ്സിന് വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടായില്ല ആ സമയത്ത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി, യെസ്, പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരെന്തായിരുന്നു? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ നേതാവായിരുന്ന നെൽസൺ മണ്ടേല ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെയാണ്. ഈ 3 പോയിന്റ്സ് കിടിലമായിട്ട് സെറ്റായിട്ട് മനസ്സിലായെങ്കിൽ എല്ലാവരും നമ്മുടെ സെലിബ്രേഷൻ ഒന്ന് കാണിച്ചടാ. യെസ്, സെറ്റാണ്. ഓക്കെ, സോ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നു. അടുത്ത ടോപ്പിക്കല്ല, അടുത്ത പോയിന്റ്സ് ഇട്ടാ കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ.
ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഫോളോയിങ് ദ എക്സ്ഹോർട്ടേഷൻ ഓഫ് ദ സൗത്ത് ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസ് ആൻഡ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, people from the different walks of life such as factory workers, office workers, teachers, students joined the struggle. The protesters who questioned pass law, curfew and like were arrested and imprisoned. ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ കോൺഗ്രസിന്റെയും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിന്റെയും എന്താണ് ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയാനുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. കേട്ടിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ ഒന്ന് റൈസെന്റ് ഒക്കെ ഒന്ന് മാറ്റിക്കോ, ഒന്ന് കൈ കെട്ടിയിരുന്നാലും മതി. ആഫ്രിക്കൻ കോൺഗ്രസിന്റെയും അതേപോലെ ആഹ്വാനം അനുസരിച്ച് ഫാക്ടറി തൊഴിലാളികൾ, ഓഫീസ് ജീവനക്കാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ വിഭാഗം ജനങ്ങൾ സമരങ്ങളിൽ ഒത്തുചേർന്നു. പാസ് നിയമങ്ങൾ, നിരോധനാജ്ഞ എന്നിവയെ ചോദ്യം ചെയ്ത പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. അപ്പോൾ മെയിൻ ആയിട്ട് രണ്ട് പാർട്ടികളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസ്, രണ്ട് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ഏതൊക്കെയാണ് രണ്ട് പാർട്ടികൾ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസ്, ദക്ഷിണാഫ്രിക്കൻ അതല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസ്, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ഒന്നും കൂടെ കൈ ഇങ്ങനെ കാണിച്ചിട്ടൊന്ന് പറഞ്ഞു ഏതൊക്കെയാണ് രണ്ട് പാർട്ടികൾ അതിലുണ്ടായിരുന്നത്. ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസ്, അതായത് സൗത്ത് ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസ്, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, യെസ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാൾ ഇന്ന് ചിരിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, നിങ്ങൾ ചോദിക്കണം കേട്ടോ. അപ്പോ ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ ആരൊക്കെയായിരുന്നു നോക്കിയിട്ട് ഉറക്ക വായിച്ചേ. ആരൊക്കെയാ? ഓഫീസ് വർക്കേഴ്സ്, അതായത് ഓഫീസ് ജീവനക്കാര്, ഫാക്ടറി വർക്കേഴ്സ്, ഫാക്ടറി ജീവനക്കാര്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ജോയിൻ ദ സ്ട്രഗിൾ. ഓക്കെ, ഈ പറഞ്ഞ സമരത്തിൽ അവരൊക്കെ പങ്കുചേർന്നു. പാസ് നിയമങ്ങൾ, നിരോധനാജ്ഞ ഇതിനെയൊക്കെ ചോദ്യം ചെയ്തവർ അവരെന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്ത് നീക്കി. കർഫ്യൂ അതല്ലെങ്കിൽ നിരോധനാജ്ഞ എന്ന് പറയും, അതും പാസ് നിയമങ്ങളൊക്കെ ചോദ്യം ചെയ്തവർ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തങ്ങ് നീക്കി. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ പഠിക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒന്നിച്ച് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ പറയുന്നു, അപ്പോഴത്തേക്കും പഠിച്ചു കഴിയുന്നു, ശേഷം അടുത്തയിലോട്ട് പോകുന്നു. ഒന്നാമതായിട്ട് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെയും ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ആരൊക്കെയാണ് സമരത്തിൽ പങ്കെടുത്തത്? ഉറക്കെ പറഞ്ഞേ. ഓഫീസ് വർക്കേഴ്സ്, ഫാക്ടറി വർക്കേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ഇവരൊക്കെ സമരത്തിൽ പങ്കെടുത്തു. ഇവരെന്ത് ചെയ്തു? ദേ ക്വസ്റ്റ്യൻ ദ പാസ് ലോസ് ആൻഡ് ദ കർഫ്യൂ, നിരോധനാജ്ഞ അതേപോലെ പാസ് നിയമങ്ങൾ ഇതിനെയൊക്കെ ചോദ്യം ചെയ്തവരെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തങ്ങ് നീക്കി. ഓക്കെ ആണോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, ആൽവിൻ എന്തോ തിന്നാൻ കൊണ്ട് കൊടുക്കുന്നു. ഓക്കെ, യെസ്. ഈ പേനായിട്ടിരിക്കുന്നതിന്റെ പേരെന്താ? സാവിയോസോ. ശ്രദ്ധിച്ചിരിക്കൂ. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ചേ. ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇതിപ്പോ ചോദിക്കുന്നില്ല, ഇപ്പൊ ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടും. സോ ഒരു സ്ലൈഡും കൂടെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ? ചോദിക്കുകയുള്ളൂ. വീണ്ടും ആൻസി. അടുത്തത്, നെൽസൺ മണ്ടേല വാസ് അഗെയിൻ അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ് അണ്ടർ ദ ചാർജ് ഓഫ് പ്രിസൺ ഇൻ 1956. അതായത് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് നെൽസൺ മണ്ടേലയെ വീണ്ടും അറസ്റ്റ് ചെയ്തു 1956. നീണ്ട കാലത്തെ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ എന്ത് ചെയ്തു? കുറ്റവിമുക്തനാക്കി. കാരണം ഇതിന്റെയൊക്കെ നേതൃത്വം കൊടുത്തത് അദ്ദേഹമാണെന്ന് പറഞ്ഞിട്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. പക്ഷേ ഒരുപാട് നാളത്തെ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നു. നെക്സ്റ്റ്, എ ന്യൂ മോഡ് ഓഫ് സ്ട്രഗിൾ. ഇതാണ് നമ്മുടെ ഈ സമരത്തിന്റെ ഉപജ്ഞാതാവ്. ശരിക്കും ഇദ്ദേഹമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ ആൻസി ലീഗിന്റെ ആൾ. യെസ്, സ്റ്റേ അറ്റ് ഹോം. ഓക്കെ, അപ്പോ എ ന്യൂ മോഡ് ഓഫ് സ്ട്രഗിൾ നെയ്മഡ് സ്റ്റേ അറ്റ് ഹോം വാസ് ഓർഗനൈസ്ഡ് ഡിമാൻഡിംഗ് ദ റൈറ്റ് ടു വോട്ട്, എ കോൺസ്റ്റിറ്റ്യൂഷൻ വിതൗട്ട് അപ്പാർത്തൈഡ് ആൻഡ് ദ റിട്രീവൽ ഓഫ് ദ പാസ് ലോ. വോട്ടവകാശം, വർണ്ണവിവേചനം ഇല്ലാത്ത ഭരണഘടന, പാസ് നിയമങ്ങൾ പിൻവലിക്കൽ എന്നിവ ഉന്നയിച്ച് വീട്ടിലിരുപ്പ് സമരം അതല്ലെങ്കിൽ വീട്ടിലിരിപ്പ് രീതി എന്നൊരു സമര രീതി എന്ത് ചെയ്തു? അവിടെ നടപ്പിലാക്കപ്പെട്ടു. ഇപ്പൊ പഠിച്ച 3 പോയിന്റുകൾ എനിക്ക് തിരിച്ചു പറഞ്ഞു തരാനായിട്ട് പറ്റണം. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയും, അതിനുശേഷം ഇത് ചോദിക്കുകയുള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ച് സ്ലോയിൽ എൻ്റെ ഒപ്പം കൂടെ ഒന്ന് പറഞ്ഞു പോയാൽ ഈ സാധനം പെട്ടെന്ന് പഠിച്ചു കഴിയും. ഒന്ന്, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെയും ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെയും സൗത്ത് ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഡിഫറെന്റ് പീപ്പിൾസ് അവർ ചില സമരങ്ങളുടെ ഭാഗമായിട്ട് മാറി. ആരൊക്കെയായിരുന്നു ആ ഡിഫറെന്റ് പീപ്പിൾസ് അല്ലെങ്കിൽ കാറ്റഗറീസ് ഓഫ് പീപ്പിൾസ്? ഫാക്ടറി വർക്കേഴ്സ്, ഓഫീസ് വർക്കേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ഇവരൊക്കെ എന്ത് ചെയ്തു? സമരത്തിന്റെ ഭാഗമായി. ഈ കർഫ്യൂ, പാസ് ലോ ഇതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തവരെ അറസ്റ്റ് ചെയ്ത് അങ്ങ് നീക്കി. കിട്ടും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ജോഷുവ, കിട്ടൂലേ? ഇനി രണ്ടാമതായിട്ട് നെൽസൺ മണ്ടേലയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഒരുപാട് നാളത്തെ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നു. 1956 ദ ചാർജ് ഓഫ് ദ ട്രീസൺ നെൽസൺ മണ്ടേല വാസ് ഇംപ്രിസൺഡ്. അവസാനം ആഫ്റ്റർ എ ലോങ് പീരിയഡ് ഓഫ് ട്രയൽ ഹി വാസ് അക്വിറ്റഡ്. അതായത് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? അവിടെ കുറ്റവിമുക്തനാക്കുന്നു. ഇനി
പുതിയ ഒരു സമര രീതി ആ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. എ ന്യൂ മോഡ് ഓഫ് ദ സ്ട്രഗിൾ നെയ്മഡ് സ്റ്റേ അറ്റ് ഹോം വാസ് ഓർഗനൈസ്ഡ്. എന്തൊക്കെ ഡിമാൻഡാണ് ഈ വീട്ടിലിരിപ്പ് സമര രീതിയിലൂടെ ആവശ്യപ്പെട്ടത്? ഒന്ന്, റിട്രീവൽ ഓഫ് ദ പാസ് ലോ, അതായത് ഈ പറയുന്ന പാസ് നിയമങ്ങൾ പിൻവലിക്കൽ. രണ്ട്, റൈറ്റ് ടു വോട്ട്, വോട്ടവകാശം കിട്ടൽ. ലാസ്റ്റ് പോയിന്റ്, എ കോൺസ്റ്റിറ്റ്യൂഷൻ വിതൗട്ട് അപ്പാർത്തൈഡ്, അതായത് ഈ പറയുന്ന വർണ്ണവിവേചനം ഇല്ലാത്ത ഭരണഘടന. ഓക്കെ, സോ ഈ 3 പോയിന്റുകൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇത് പഠിക്കാൻ ഇനി വേറെ സമയം മാറ്റി വെച്ചേക്കരുത്. നമുക്ക് പരീക്ഷയ്ക്ക് അടുത്ത് വരികയാണ്. വീണ്ടും റിവിഷന്റെ സമയത്ത് പോലും നോക്കേണ്ടി വരരുത്. അത്രയും കിഡിലോസ്കി ആയിട്ട് ഈ പോയിന്റ്സ് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ച് പോകണം. ഓക്കെ, യെസ്. ആദ്യം നമുക്ക് നമ്മുടെ സംഗീനെ എടുത്ത് ചോദിച്ചാലോ? ഏഞ്ചലീന. നമുക്ക് ഏഞ്ചലീനെ വിളിക്കാം. വിളിച്ചോ ഏഞ്ചലീന, പറഞ്ഞോ. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ മതി. സ്റ്റേ അറ്റ് ഹോം എന്ന് പറയുന്ന സമര രീതിയോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഇനി പറഞ്ഞോ. വീട്ടിലിരിപ്പ് സമര രീതിയോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? യോജിക്കുന്നു. കൊച്ചു സത്യം പറഞ്ഞു. ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ ഈ വീട്ടിലിരിപ്പ് സമര രീതി നടത്തിയത്? പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡ് ചെയ്തു. ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, റിട്രീവൽ ഓഫ് പാസ് ലോ. ഓക്കെ, വെരി ഗുഡ് സാർ. നമുക്ക് അടുത്തതായിട്ട് കാർത്തികനെ വിളിക്കാം. കാർത്തിക, യെസ്. കാർത്തിക, പറഞ്ഞു. നെൽസൺ മണ്ടേലയെ അറസ്റ്റ് ചെയ്തു, കുറെ നാൾ കഴിഞ്ഞപ്പോൾ കുറ്റമുക്തനാക്കി. എന്ത് കുറ്റം ചുമത്തിയിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? സാർ അൺമ്യൂട്ട് ചെയ്തല്ലോ കൊച്ചിനെ. ഇനി പറഞ്ഞോ, ക്വസ്റ്റ്യൻ പറഞ്ഞു തരും. നെൽസൺ മണ്ടേലയെ അറസ്റ്റ് ചെയ്തത് എന്ത് കുറ്റം ചുമത്തിയിട്ടായിരുന്നു? പോയിന്റ് വേണ്ട, സിമ്പിൾ ആയിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഇഷ്ടമുള്ള പോലെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞോ. Nelson Mandela was arrested. Nelson Mandela was arrested and imprisoned under the change of prison in 1956. ഓക്കെ, അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചേഞ്ച് എന്നല്ല, ചാർജ് ഓഫ് ട്രീസൺ എന്നാണ് കേട്ടോ. മലയാളത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, അവിടെ അറസ്റ്റ് ചെയ്യുന്നത്. അതുകൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. അടുത്തത് ഒരു ചോദ്യം ചോദിക്കുന്നു, ആൻസർ അറിയാവുന്ന കുഞ്ഞുങ്ങൾ റൈസ് ഹാൻഡ് ചെയ്യണം. ഈ ഫാക്ടറി വർക്കേഴ്സ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ എന്ത് ചെയ്തു, ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് മാറി. മെയിൻ ആയിട്ട് 2 പാർട്ടികളാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഏതൊക്കെയാണ് 2 പാർട്ടി എന്ന് അറിയാവുന്നവർ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. വേഗം. ഫാസ്റ്റ്. സാർ, ഇതിൽ പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു. ശരി, അന്ന് ആരെങ്കിലും വിളിച്ചു. ഇവാറോസിനെ വിളിക്കാം. ഇവാറോസ്, യെസ്. ഹലോ മാഡം, പറഞ്ഞോ. എല്ലാ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ നല്ല കമന്റ് ചെയ്യുന്ന ഒരു കൊച്ചാണ്. പറഞ്ഞോ. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസും. യെസ്, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും അതേപോലെ ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്ന 2 പാർട്ടികൾ. ഓക്കെ ആണ് ഈ 3 പോയിന്റ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സെലിബ്രേഷൻ കാണിച്ച എല്ലാവരും ഇത്രയും ഓക്കെ ആണെങ്കിൽ, യെസ്. എടാ, മോസ്കിറ്റോ ബാറ്റ് എടുത്തിട്ട് എന്നെ തല്ലാനാണോ അതീ പോകുന്നത്? പേരെന്താണ് അവന്റെ? അഭിലാഷേ, പ്ലീസ്. ഇല്ല സാർ. ഓക്കെ, യെസ്. ഓക്കെ, സോ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നു. അടുത്ത സെക്ഷനിൽ അടുത്ത 2 പോയിന്റ്സ് നോക്കാം. The African National Congress and the South African Indian Congress led the struggles. നമ്മൾ നേരത്തെ പഠിച്ച സെയിം പോയിന്റ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇത് ഓൾറെഡി എല്ലാ കുഞ്ഞുങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നോക്കിയിട്ടൊന്ന് അടിപൊളിയായിട്ട് ചിരിച്ചേ. ഓക്കെ, കാരണം 2 പാർട്ടികൾ നമ്മൾ ഇപ്പൊ തന്നെ ചോദിച്ചതാ. സൗത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും സൗത്ത് ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ്, നേറ്റീവ് ആൻഡ് ഇന്ത്യൻ വർക്കേഴ്സ് took part in the struggles. The factories, textile mills and the school across the country remained shut. അതായത് വീട്ടിലിരിപ്പ് സമരമല്ലേ, ഒരാളും പണിക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് സംഭവിച്ചു, അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറികളും തുണിമില്ലുകളും വിദ്യാലയങ്ങളും ഇതെല്ലാം എന്ത് ചെയ്തു, അടഞ്ഞു കടന്നു. ഇനി
തദ്ദേശീയരായിട്ടുള്ള തദ്ദേശീയരും ഇന്ത്യക്കാരുമായിട്ടുള്ള തൊഴിലാളികൾ എന്ത് ചെയ്തു? ഈ സമരത്തിൽ പങ്കെടുത്തു. നേറ്റീവ് ആൻഡ് ഇന്ത്യൻ വർക്കേഴ്സ് took part in the struggle. തദ്ദേശീയരും ഇന്ത്യക്കാരുമായിട്ടുള്ള തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു. സോ 2 പോയിന്റ് കിടിലമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പറയും. ദ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ദ സൗത്ത് ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസ് ലെഡ് ദ സ്ട്രഗിൾ. 2 പാർട്ടികൾ ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും സൗത്ത് ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഈ സമരത്തിൽ എന്ത് ചെയ്തത്? നേതൃത്വം നൽകിയത്. 2ാമത്തെ പോയിന്റ്, നേറ്റീവ് ആൻഡ് ഇന്ത്യൻ വർക്കേഴ്സ് took part in the struggle. The factories, textile mills and the school across the country remained shut. തദ്ദേശീയരും ഇന്ത്യക്കാരുമായിട്ടുള്ള തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു. അതേപോലെ രാജ്യത്തെ ഫാക്ടറികൾ, തുണിമില്ലുകൾ, വിദ്യാലയങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്തു? അടഞ്ഞു കിടന്നു. ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഒപ്പം ഉറക്ക വായിക്കണം, വീട്ടിലെല്ലാവരും കേൾക്കണം. ഇതുകൂടെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പഠിച്ച് കഴിയണം കേട്ടോ. ആ ഒരു മൈൻഡ് സെറ്റോടെ വേണം വായിക്കാനായിട്ട്. ശ്രീഹരിമോനെ കേട്ടോ, നീ ശ്രീഹരി അനിൽ കേട്ടു. ഓക്കെ, ദ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, ദ സൗത്ത് ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസ് ലെഡ് ദ സ്ട്രഗിൾസ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും, സർ വീട്ടിൽ കേൾക്കാൻ ഭാഗത്തിൽ ചുണ്ടനക്ക് വായിക്കാത്തവരെ ഒന്ന് പിടിച്ചു വെച്ചോട്ടാ. ഓക്കെ, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഈ സമരത്തിൽ എന്ത് ചെയ്തത്? ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. 2, ദ നേറ്റീവ് ആൻഡ് ദ ഇന്ത്യൻ വർക്കേഴ്സ് took part in the struggles. The factories, textile mills, school across the country remained shut. തദ്ദേശീയരും ഇന്ത്യക്കാരുമായിട്ടുള്ള തൊഴിലാളികൾ ഈ പറഞ്ഞ സമരത്തിൽ പങ്കെടുത്തു. രാജ്യത്തുണ്ടായിരുന്ന ഫാക്ടറികൾ, തുണിമില്ലുകൾ, വിദ്യാലയങ്ങൾ ഇവയെല്ലാം അടഞ്ഞു കിടന്നു. ഈ 2 പോയിന്റ്സ് എന്നോട് ചോദിച്ചാൽ കിട്ടും എന്നുണ്ടെങ്കിൽ ഒരു പവർ സിമ്പിൾ കാണിച്ചിട്ട് എല്ലാവരും. യെസ്, ഓക്കെ, യെസ്. സോ അടുത്ത പോയിന്റ്സിലോട്ട് പോകുന്നു. അടുത്ത 2 പോയിന്റിനും കൂടെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ചോദിക്കാം. The strike revealed the unity of the strength of the anti-apartheid movement. The stay at home was major struggle in the history of the freedom struggle of South Africa. ഈ പണിമുടക്ക് വർണ്ണ വിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തി. അതായത് എത്രത്തോളം പേരാണ് ഈ പറയുന്ന അപ്പാർത്തൈഡ് മൂവ്മെന്റിൽ പങ്കെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രോങ്ങർ ആണ് ഈ പറയുന്ന മൂവ്മെന്റ് അഥവാ സമരം എന്നുള്ളത് ഈ ഒരു സമര രീതിയിലൂടെ എല്ലാവർക്കും മനസ്സിലായി. പിന്നെ അതേപോലെ ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന സമരമായിരുന്നു വീട്ടിലിരിപ്പ് സമരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീട്ടിലിരിപ്പ് സമരം അത്രയും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അടുത്തത്, ആസ് പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ഡിഡ് നോട്ട് yield any result, നെൽസൺ മണ്ടേല കോൾഡ് ഫോർ ആർമഡ് റിബല്യൺ. അതായത് ആദ്യം ഉണ്ടായിരുന്നത് ഒരു പീസ്ഫുൾ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അല്ലേ, സമാധാനപരമായിട്ടുള്ള നിയമലംഘന പ്രസ്ഥാനമല്ലേ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ സമാധാനപരമായ സമരം ഒരുപാട് റിസൾട്ട് ഒന്നും നമുക്ക് കൊണ്ടുവരില്ല. സോ ഇത് നമുക്ക് കുറച്ചും കൂടെ ഒരു സായുധ കലാപമാക്കിയിട്ട്, ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കലാപമാക്കിയിട്ട് മാറ്റാനായിട്ട് നെൽസൺ മണ്ടേല ആഹ്വാനം ചെയ്തു. സമാധാനപരമായിട്ടുള്ള സമരങ്ങൾ ഫലം കാണാത്തതിനെ തുടർന്ന് നെൽസൺ മണ്ടേല സായുധ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്തു. ഒരു 4 പോയിന്റുകൾ, ഈ 2 പോയിന്റ് എല്ലാവരും പഠിച്ചു. ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസും അതേപോലെ സൗത്ത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസുമാണ് ഫസ്റ്റ് ഈ ഒരു സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? സൗത്ത് ആഫ്രിക്കക്കാരായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള നേറ്റീവ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള തൊഴിലാളികളും അവിടെ ഉണ്ടായിരുന്നു. രാജ്യത്തെ ഫാക്ടറികളെല്ലാം എന്ത് ചെയ്തു? ഈ കാലഘട്ടത്ത് അടഞ്ഞു കിടന്നു. തുണിമില്ലുകളും വിദ്യാലയങ്ങളെല്ലാം അടഞ്ഞാണ് കിടന്നിരുന്നത്. ഇനി സ്റ്റേ അറ്റ് ഹോം എന്ന് പറയുന്ന സമരരീതി സൗത്ത് ആഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്കൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരരീതിയായിട്ട് മാറി. ലാസ്റ്റ് പോയിന്റ്, അധികം വലിയ നല്ല ഫലമൊന്നും അല്ലെങ്കിൽ റിസൾട്ട് ഒന്നും ഈ പറയുന്ന സമരരീതി കൊണ്ടുവരാത്തത് കൊണ്ട് നെൽസൺ മണ്ടേല എന്തിനു ആഹ്വാനം ചെയ്തു? ആംഡ് റിബല്യൻ. ഓക്കെ, നെൽസൺ മണ്ടേല കോൾഡ് ഫോർ ആംഡ് റിബല്യൻ. അതായത് ഒരു ആംഡ് റിബല്യൻ ആയിട്ട്, സായുധ കലാപത്തിനായിട്ട് നെൽസൺ മണ്ടേല എന്ത് ചെയ്തു? അവിടെ ആഹ്വാനം ചെയ്തു. പറഞ്ഞ കൺസെപ്റ്റുകൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ച എല്ലാവരും, ഇത്രയും പോയിന്റ്സ് ഓക്കെ ആണെങ്കിൽ യെസ്. ഇനി എല്ലാ കുഞ്ഞുങ്ങളും ഒന്ന് ചാടി എഴുന്നേറ്റേ വേഗം. കുറച്ച് നേരമായില്ല നമ്മൾ ഇരിക്കുന്നത്, ഒരു അരമണിക്കൂറിലധികമായി നമ്മൾ ഇരിക്കുന്നത്. ഒന്ന് ചാടി എഴുന്നേക്കുക. ഓക്കെ, 2 ചാട്ടം ചാടി എല്ലാവരും എഴുന്നേറ്റുന്നുണ്ട്. ആരെന്നെ ചീത്ത പറയുന്നുണ്ട് സാർ. എന്റെ പേരെന്താണ്? ഏതൻ. എന്താണ് പ്രശ്നം? ഏതൻ ക്യാമലിന്റെ കുറച്ച് ഇവനെന്തോ പ്രശ്നമുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ക്യാമലിന്റെ ബോക്സ് പൊക്കി കാണിക്കും. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കോമ്പസ് എടുത്തിട്ട് കുത്തുന്ന് കാണിക്കും. ഇത് 2 ഞാൻ മൈൻഡ് ചെയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ പരസ്യമായിട്ട് സ്ക്രീനിൽ വന്ന് ചീത്ത വിളിക്കുന്നു. എന്താണ് കുഞ്ഞെ നിന്റെ പ്രശ്നം? സാർ പൂച്ച എവിടെ? ഓക്കേടാ, എല്ലാവരും എഴുതേ.
ഇരിക്കൂ 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 ഇരിക്കൂ. യെസ്, ആര് എന്നിട്ട് അവൻ ഓടിയാ? വാവ്, യെസ്. എടാ എനിക്ക് പൊതുവെ പൂച്ചകളെ കുറച്ച് പേടിയാണ്, ലൈക്ക് ഹിറ്റ്ലർ. ഓക്കെ, യെസ്. അപ്പോൾ യെസ്, എല്ലാവരും ഇരുന്നോ. ഇനി ഞാൻ പറയുന്ന മാത്രം കേട്ടിരിക്കും. ഒരു 4 പോയിന്റ്സ് ഇപ്പൊ പറയും, പെട്ടെന്ന് ചോദിക്കുന്നു, അതിനുശേഷം അടുത്തതിലോട്ട് പോകുന്നു. ഒന്നാമത്തെ പോയിന്റ്, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഒന്നാമത്തെ പോയിന്റ് സംശയമില്ല എന്നുള്ളവർ ഇങ്ങനെ ഒന്ന് ചിരിച്ച്. ഓക്കെ, രണ്ടാമത്തത് പിടിച്ചോ. അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറീസ് അതേപോലെ സ്കൂൾസ് ഇതെല്ലാം അടഞ്ഞു കിടന്നു. ഈ സമരത്തില് നേറ്റീവ്സും അതേപോലെ അവിടുത്തെ ഇന്ത്യൻ വർക്കേഴ്സും ഇതിൽ പങ്കാളികളായി. ഇന്ത്യക്കാരായിട്ടുള്ള തൊഴിലാളികളും തദ്ദേശീയരും ഈ സമരത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന സ്കൂളുകൾ അതേപോലെ ഫാക്ടറികൾ ഇതെല്ലാം എന്ത് ചെയ്തു? അടഞ്ഞു കിടന്നു. ഈ രണ്ടാമത്തെ പോയിന്റും എനിക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചിരിച്ച് ഒന്നും കൂടെ ഫാസ്റ്റ്. ഓക്കെ, ഏഞ്ചലിനാണ് ചിരിയൊക്കെയാണ് ചിരി. ഇനി മൂന്നാമതായിട്ട് ദക്ഷിണാഫ്രിക്കൻ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു സ്റ്റേ അറ്റ് ഹോം എന്ന് പറയുന്നത്. ദക്ഷിണാഫ്രിക്കൻ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റേ അറ്റ് ഹോം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് അത്രയും പറഞ്ഞാൽ മതി, കിട്ടും എന്നുണ്ടെങ്കിൽ ഒന്ന് തലയാട്ടി എല്ലാവരും. ഓക്കെ, ലാസ്റ്റത്തതാണ് അലോണിയ എന്നല്ല സാർ പേര്, അലോണിയ. ഓക്കെ, ലാസ്റ്റത്തെ പോയിന്റ് ആണ്. ഈ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് അധികം റിസൾട്ട് നമുക്ക് കൊണ്ട് തരാത്തത് കൊണ്ട് പതിയെ നെൽസൺ മണ്ടേല കോൾഡ് ഫോർ എ ആംഡ് റിബല്യൻ, സമാധാനപരമായ സമരം അധികം ഫലം തരാത്തതുകൊണ്ട് നെൽസൺ മണ്ടേല സായുധ കലാപത്തിനായിട്ട് ആഹ്വാനം ചെയ്തു. ഈ 4 പോയിന്റുകൾ മനസ്സിലായി പറയാൻ പറ്റുമെന്നുള്ള കുഞ്ഞുങ്ങളൊക്കെ വേഗം ഫാസ്റ്റ് ആയിട്ട് ചട്ടപ്പടയുന്ന റീസെന്റ് ചെയ്തു. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ പറഞ്ഞാൽ മതി, കഥ മനസ്സിലായിരുന്നാൽ മതി. വിളിച്ചോ സാർ, അതിനെ കാരണം പ്രണാമം വിളിച്ചോ. യെസ്, കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 50 കൂടുതൽ പേര് റൈസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഏകദേശം. ഓക്കെ, 50 പേർക്ക് ഇപ്പം പഠിച്ചു കഴിയാൻ പറ്റുമെന്ന് നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും പറ്റും. സോ ഫാസ്റ്റ് ആയിട്ട് റൈസ് ചെയ്തോളൂ, ക്യുക്ക്. ഓക്കെ, വിളിക്കാം. പ്രണവേ പറഞ്ഞോ. പ്രണവിന്റെ നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ സാർ, റൈസ് ചെയ്തേക്കുന്ന അടുത്ത ആരെങ്കിലും വിളിക്കാം. അലോണിയ തന്നെ വിളിക്കാം. അലോണിയ പറഞ്ഞോ. ഓക്കെ, 4 പോയിന്റ്സ് ഉഷാറായിട്ട് പറഞ്ഞോ. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായില്ല, ബാക്കി പറയാൻ പറ്റുമോ? നോക്കിക്കോ, രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തത് നാഷണൽ കോൺഗ്രസ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ കോൺഗ്രസ്. ഇവരാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പാർട്ടികൾ എന്ന് പറയുന്നത്. അടുത്തത് അത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നെൽസൺ മണ്ടേല കോൾഡ് ഫോർ എ ആംഡ് റിബല്യൻ. കാരണം എന്താ? പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ഡിഡ് നോട്ട് ഈൽഡ് എനി റിസൾട്ട്. സമാധാനപരമായ സമ്മേളനം പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ നെൽസൺ മണ്ടേല ഒരു സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്തു. ഇനി മോന് കിട്ടിയില്ല എന്ന് പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ്സും അതേപോലെ ഇന്ത്യൻ വർക്കേഴ്സും ഈ സമരത്തിന്റെ ഭാഗമായി. ഏത്? സ്റ്റേ അറ്റ് ഹോം എന്ന് പറയുന്ന സമരത്തിന്റെ ഭാഗമായി. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ ഉണ്ടായിരുന്ന സ്കൂൾസ്, ഫാക്ടറീസ് ഇതെല്ലാം എന്ത് ചെയ്തു? അവിടെ അടഞ്ഞു കിടന്നു. ടെക്സ്റ്റൈൽ മില്ലുകൾ, ഫാക്ടറികൾ, സ്കൂളുകൾ ഇതെല്ലാം എന്ത് ചെയ്തു? അവിടെ അടഞ്ഞു കിടന്നു. ഓക്കെ ആണോ അലോണിയ? യെസ് സാർ, നമുക്ക് അടുത്ത ആരെങ്കിലും വിളിക്കാം വേഗം. യെസ്, ഒരാളുടെ അടുത്ത് കൂടെ ചോദിച്ചിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഏറ്റവും അടിപൊളിയായിട്ട് ഞാൻ പറയും എന്നുള്ള ഒരാൾ ചാറ്റ കാണിച്ചതാ. ഏറ്റവും ഉഷാറായിട്ട് ഞാൻ പറയുന്നുള്ള ഒരാൾ ചിരിച്ചിട്ട്. ആരാ? യെസ്, ആദിഷ്. ഗുഡ് ഈവനിങ് സാർ, പറഞ്ഞോളൂ. ഈ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ആഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസും കൂടിയാണ് ഇതിന് നേതൃത്വം നൽകിയത്, കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഈ നേറ്റീവ്സും ഇന്ത്യക്കാരും കൂടിയാണ് ഇത് സ്റ്റേ അറ്റ് ഹോം എന്ന് പറയുന്ന സമരം നടത്തിയത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറീസ്, ടെക്സ്റ്റൈൽ മിൽസ് ഇതൊക്കെ അടഞ്ഞു കിടന്നു. മൂന്നാമത്തെ പോയിന്റ് അതടഞ്ഞായിരുന്നു. ഒരു സമാധാനപരമായ സമ്മേളനം കിട്ടാത്തതുകൊണ്ട് മണ്ടേല ഓക്കെ. യെസ്, അവിടുത്തെ ഈ പ്രസ്ഥാനം ഈ സൗത്ത് ആഫ്രിക്കയുടെ ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി.
പ്രധാനപ്പെട്ട ഭാഗമായി. ഓക്കെ, എല്ലാവരും അടിപൊളി ക്ലാപ്പ് അവന് കൊടുത്തേ. സൂപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണോ പറഞ്ഞു കൊടുത്തത് കിടിലമായിട്ട് അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സൂപ്പർ. യെസ്. അപ്പോൾ അടുത്ത പോയിന്റ്സിലോട്ട് പോകുന്നു. നെൽസൺ മണ്ടേല വാസ് സെന്റൻസ്ഡ് അല്ലെങ്കിൽ സെന്റഡ് ടു ലൈഫ് ഇംപ്രിസൺമെന്റ് ഫോർ ദ സബോട്ടേജ്, ട്രീസൺ ആൻഡ് ദ കോൺസ്പിറസി ഇൻ 1964. 1964 അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് നെൽസൺ മണ്ടേലയെ ജീവപര്യന്തം തടവിന് വിധിച്ചു. ഈ 3 പോയിന്റാണ് നമുക്ക് ഇപ്പൊ പഠിക്കേണ്ടത്. ശ്രദ്ധിച്ചോളണം. ഹി ഹാഡ് ടു സഫർ റിഗറസ് ഇംപ്രിസൺമെന്റ് ഇൻ ദ റോബൻ ഐലൻഡ് ആൻഡ് ദ പോൾസ്മൂർ ജയിൽ ഫോർ ദ കണ്ടിന്യൂസ് 26 years. റോബൻ ദ്വീപിലും പോൾസ്മൂർ ജയിലിലുമായിട്ട് തുടർച്ചയായിട്ട് 26 വർഷം കഠിനമായിട്ടുള്ള ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. കൺട്രീസ് അറൌണ്ട് ദ വേൾഡ് റീസ്റ്റോർ ടു സീച്ച് ഓൺ ദ സൗത്ത് ആഫ്രിക്ക. ലോകരാഷ്ട്രങ്ങൾ ദക്ഷിണാഫ്രിക്കക്കെതിരെ എന്ത് ചെയ്തു? ഉപരോധം ഏർപ്പെടുത്തി. ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നു എന്ന് ആരോപിച്ച്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ എന്ത് ചെയ്യാം, അവിടെ നോക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾ. നെൽസൺ മണ്ടേലയെ എന്തൊക്കെ കുറ്റം, ലൈഫ് ഇംപ്രിസൺമെന്റ് അതായത് ജീവപര്യന്തം തടവിന് വിധിച്ചു. എന്തൊക്കെ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് 1964 അട്ടിമറി, സബോട്ടേജ്, ട്രീസൺ, രാജ്യദ്രോഹം, കോൺസ്പിറസി, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് നെൽസൺ മണ്ടേലയെ എന്ത് ചെയ്തു? രാജ്യദ്രോഹ കുറ്റമൊക്കെ ചുമത്തിയിട്ട് ജീവപര്യന്തം തടവിന് വിധിച്ചു. ഒന്നാമത്തത് ഈ പറഞ്ഞ 2 ജയിലിലായിട്ട്, ദാറ്റ് മീൻസ് റോബൻ ഐലൻഡിലും പോൾസ്മൂർ ദ്വീപിലുമായിട്ട് 26 വർഷം എന്ത് ചെയ്തു? നെൽസൺ മണ്ടേലയ്ക്ക് ജയിലിൽ കഴിയേണ്ടതായിട്ട് വന്നു. അവിടെ അടുത്തുണ്ടായിരുന്ന ലോകരാഷ്ട്രങ്ങളൊക്കെ എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ദ കൺട്രീസ് അറൌണ്ട് ദ വേൾഡ് റീസ്റ്റോർ ടു സീച്ച് ഓൺ ദ സൗത്ത് ആഫ്രിക്ക. ലോകരാഷ്ട്രങ്ങൾ ദക്ഷിണാഫ്രിക്കക്കെതിരെ എന്ത് ചെയ്തു? ഉപരോധം ഏർപ്പെടുത്തി. പല കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെ നടന്നിരുന്ന ഇത്തരം സംഭവങ്ങൾ മറ്റു കാരണങ്ങളായിരുന്നു. ഇപ്പോൾ നമുക്ക് റഷ്യ ഉക്രൈൻ വാറിന്റെ ഒരു സംഭവം എല്ലാവർക്കും അറിയാം. ഓക്കെ, ദക്ഷിണാഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്ക റഷ്യ ഉക്രൈൻ വാറിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ റഷ്യ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് ആരോപിച്ചുകൊണ്ട് പല രാജ്യങ്ങളും എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കയോട് ഈ പറഞ്ഞ റഷ്യയോട് സഹകരിക്കാതായിട്ടുണ്ട്. സോ അതേപോലെ എന്ത് ചെയ്യുന്നു? ഇവിടെ സൗത്ത് ആഫ്രിക്കയും അതേപോലെയാണ് എന്ത് ചെയ്തത്? സംഭവിച്ചത്. സൗത്ത് ആഫ്രിക്കയിലും അതേപോലെയാണ് സംഭവിച്ചത്. പല രാജ്യങ്ങളും എന്ത് ചെയ്തു? സൗത്ത് ആഫ്രിക്കയ്ക്ക് അവിടെ ഉപരോധം ഏർപ്പെടുത്തി. അടുത്തത് ഈ 3 പോയിന്റ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ച എല്ലാവരും. ഈ 3 പോയിന്റ്സ് ഓക്കെ ആണെങ്കിൽ യെസ്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ടിരുന്നിട്ട് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കുക. ഒറ്റ പ്രാവശ്യം വായിച്ച് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഉറക്ക വായിച്ചോട്ടെ എല്ലാവരും. ഒറ്റ പ്രാവശ്യം ഒന്ന് ഉറക്ക വായിക്കുക. വായിച്ചു കഴിഞ്ഞവർ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തലയാട്ടണം കേട്ടോ. അപ്പോൾ നോക്കാം, എൻ്റെ ഒപ്പം വായിച്ചാൽ മതി. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനുശേഷം നോക്കാം. നെൽസൺ മണ്ടേല ജയിലിലാകുന്നു, ജീവപര്യന്തം തടവിന് 1964. എന്തൊക്കെ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് 1964 അട്ടിമറി, രാജ്യദ്രോഹം, ഗൂഢാലോചന, സബോട്ടേജ്, ട്രിസൺ, കോൺസ്പിറസി ഇതെല്ലാം ആരോപിച്ചുകൊണ്ട് നെൽസൺ മണ്ടേല ജീവപര്യന്തം തടവിന് വിധിക്കുന്നു. റോബൻ ഐലൻഡിലും അതേപോലെ പോൾസ്മൂർ ദ്വീപിലുമായിട്ട് 26 വർഷം അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടതായിട്ട് വന്നു. കൺട്രീസ് അറൌണ്ട് ദ വേൾഡ് റിസോർട്ടഡ് ടു സീസ് ഓൺ ദ സൗത്ത് ആഫ്രിക്ക. ലോകരാഷ്ട്രങ്ങൾ ദക്ഷിണാഫ്രിക്കക്കെതിരെ അവിടെ ഉപരോധം ഏർപ്പെടുത്തുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. യെസ്, ഗുഡ്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇത്രയും ഭാഗം. അടുത്തത് അതിനുശേഷം ഓക്കെ, ദ യുണൈറ്റഡ് നേഷൻസ് പാസ്ഡ് a resolution stating that apartheid is an offense against humanity. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റമാണ് വർണ്ണ വിവേചനം അഥവാ അപ്പാർത്തൈഡ് എന്നുള്ളൊരു പ്രമേയം പാസാക്കി. ദിസ് ലെഡ് ടു ദ സ്പ്രെഡ് ഓഫ് റയറ്റ്സ് അക്രോസ് ദ കൺട്രി. ഇതോടെ ആ നാട്ടിൽ ഫുൾ എന്ത് ചെയ്തു? കലാപങ്ങൾ പടർന്നു. ഈ പറഞ്ഞ വർണ്ണ വിവേചനം പാടില്ല, വെള്ളക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ഒരിക്കലും സമ്മതിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ആ നാട്ടിലൊക്കെ എന്ത് ചെയ്തു? ഒരുപാട് കലാപങ്ങൾ അങ്ങ് പടർന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 പോയിന്റുകൾ പറയാൻ പറ്റും എന്നുള്ളവര് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യണം. ഈ 5 പോയിന്റുകൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ പറഞ്ഞാൽ മതി. നെൽസൺ മണ്ടേലയെ ഈ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ജയിലിലാക്കുന്നു. രാജ്യദ്രോഹം, ഗൂഢാലോചന, അട്ടിമറി, സബോട്ടേജ്, ട്രിസൺ, കോൺസ്പിറസി 1964. റോബൻ ഐലൻഡിലും പോൾസ്മൂർ ജയിലിലുമായിട്ട് 26 വർഷം ജയിലിൽ കഴിയേണ്ടതായിട്ട് വന്നു. പല രാജ്യങ്ങളും എന്ത് ചെയ്തു? ഓക്കെ, ഡൗട്ടാണോ അതോ ഇതാണോ? ഓക്കെ, ചോദിക്കാനോ? പേരെന്താണ്? ആദിത്യ. ആ സാധനങ്ങളൊക്കെ മാറ്റി പ്രോപ്പർ ആയിട്ട് ഇരുന്ന ക്ലാസ്സിൽ. ഓക്കെ, യെസ്.
അപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നു. ആ ഒരു സമയത്താണ് യുണൈറ്റഡ് നേഷൻസ് വർണ്ണവിവേചനം മനുഷ്യത്വത്തിനെതിരാണ് എന്നുള്ളൊരു പ്രമേയം പാസ്സാക്കുന്നത്. അപ്പാർത്തൈഡ് ഈസ് ആൻ ഒഫൻസ് എഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. ഇതോടെ ആ നാട്ടിലെ കലാപങ്ങളൊക്കെ പടരുന്നു. ദ സ്പ്രെഡ് ഓഫ് റയോട്ട്സ് അക്രോസ് ദി കൺട്രി. ഇത്രയും ഭാഗം നിങ്ങളുടെ ഓൺ വേർഡ്സിൽ പറയാൻ പറ്റുമെന്നുള്ളവർ ചോദിച്ചു. ഓക്കെ, ഇവിടെ ബ്രേക്ക് തരാം. ഈ ഒരു സെക്ഷൻ കൂടെ കഴിഞ്ഞിട്ട് ബ്രേക്ക് തരാം കേട്ടോ എന്തായാലും. യെസ്, ഓക്കെ. യെസ് സാർ, നമുക്ക് ആദ്യം റൈസ് ഹാൻഡ് ചെയ്ത ആളെ വിളിക്കാം. പേര് അല്ല അല്ല കുട്ടി, ഒന്ന് പറഞ്ഞേ എന്തൊക്കെ സെക്ഷൻസ് ആണ് അതിൽ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഗൂഢാലോചന ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, അട്ടിമറി, സബോട്ടേജ്. ഇതൊക്കെ ആരോപിച്ചുകൊണ്ട് ജയിലിലാകുന്നു. റോബൻ ഐലൻഡ് പോൾസ്മോർ അവിടെ 26 വർഷം നെൽസൺ മണ്ടേല ജയിലിൽ കിടക്കുന്നതായിട്ട് വന്നു. പിന്നെ ലോകരാഷ്ട്രങ്ങള് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. റിസോർട്ടഡ് ടു ദ സ്റ്റേറ്റ്സ്. അപ്പോ യുണൈറ്റഡ് നേഷൻസ് എന്ത് ചെയ്തു? യുണൈറ്റഡ് നേഷൻസ് റെസൊല്യൂഷൻ ഹ്യൂമാനിറ്റി പ്രമേയം പാസ്സാക്കി. ഇതോടെ രാജ്യത്തൊക്കെ എന്ത് നടന്നു? ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ പറഞ്ഞല്ലോ. ദിസ് ലെഡ് ടു ദ സ്പ്രെഡ് ഓഫ് റയോട്ട്സ് അക്രോസ് ദി കൺട്രി. ഇത് ഇതോടെ നാട്ടിലാകെ എന്ത് ചെയ്തു? കലാപങ്ങൾ പടർന്നു. ഓക്കെ, യെസ്, കഴിഞ്ഞു. ഓക്കെ സാർ, നമുക്ക് അടുത്ത ഒരാൾ വിളിക്കാം. യെസ്, അടുത്ത ഏറ്റവും അടിപൊളിയായിട്ട് പറയാൻ പറ്റുന്ന ഒരാൾ വിളിച്ചു. ഒന്ന് ടാറ്റ കാണിക്കും. ഏറ്റവും അടിപൊളിയായിട്ട് ഞാൻ പറയാനുള്ള ഒരാൾ 2 കൈ കൊണ്ട് കാണിച്ചു. അങ്ങനെ ആൾ നോക്കിയിട്ട് വിളിക്കാം. പ്രണവിനെ വിളിക്കാം. ഓക്കെ, പ്രണവല്ല കുറച്ച് നേരമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്, കുഞ്ഞു പ്രണവ് പറഞ്ഞോ, ഏതൊക്കെയാ പറഞ്ഞോ. അതെ, നെൽസൺ മണ്ടേലെ അറസ്റ്റ് ചെയ്തു 1964. എന്തൊക്കെ കുറ്റം ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തത്? അട്ടിമറി, രാജ്യദ്രോഹം. ഓക്കെ, ഒരു പോയിന്റോടെ പറഞ്ഞു. 26 വർഷം ഈ റോബർട്ട് ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ജയിലായിരുന്നു. പിന്നെ ഓക്കെ, മ്യൂട്ട് ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരു 3 സെക്ഷനും കൂടി ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്കിലോട്ട് പോകാം. The government declared the emergency to oppress the people's protest in 1984. Several blacks were killed in the conflict that followed. ജനങ്ങളുടെ പ്രതിഷേധം അടിച്ചമർത്താനായിട്ട് ഗവൺമെന്റ് 1984 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ ധാരാളം കറുത്ത വർഗ്ഗക്കാർ അവിടെ കൊല്ലപ്പെട്ടു. When the protests were beyond the control, measures to end the apartheid were started. പ്രക്ഷോഭങ്ങൾ അനിയന്ത്രിതമായി കഴിഞ്ഞപ്പോൾ, ദാറ്റ് മീൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ വർണ്ണവിവേചനം നിർത്തലാക്കാനായിട്ടുള്ള നടപടികൾ അവിടെ ആരംഭിച്ചു. The political prisoners were released and the restriction imposed on the political parties were lifted. നെൽസൺ മണ്ടേല വാസ് റിലീസ്ഡ്. 26 വർഷം നല്ലേ പറഞ്ഞേ. റിലീസ്ഡ് ഓൺ 11th February 1990. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടായിരുന്ന നിരോധനം നീക്കുകയും ചെയ്തു. 1990 February 11 നെൽസൺ മണ്ടേല എന്ത് ചെയ്തു? അവിടെ ജയിൽ മോചിതനായി. ലാസ്റ്റ് സെക്ഷൻ, The apartheid policy was abolished in 1991. അതായത് വർണ്ണ വിവേചന നയം എന്ത് ചെയ്തു? 1991 പിൻവലിക്കപ്പെട്ടു. ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ 1994 എന്ത് ചെയ്തു? അവിടെ കണ്ടക്ട് ചെയ്യപ്പെട്ടു, നടത്തു. അതിനുശേഷം അതിൽ അധികാരത്തിൽ വന്നത് ആരായിരിക്കുള്ളൂ? സ്വാഭാവികമായിട്ടും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആയിരിക്കുള്ളൂ അധികാരത്തിൽ വരുന്നത്. അവരുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട്, ദാറ്റ് മീൻസ് കറുത്ത വർഗ്ഗക്കാരുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയാൻ പറ്റും, അതല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയാൻ പറ്റും. നെൽസൺ മണ്ടേല വാസ് സെലക്ടഡ് ആസ് എ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ് ഓൺ ദ ഫ്രീ ഡെമോക്രാറ്റിക് സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക്. 1994 നടന്ന ആദ്യത്തെ ജനകീയ തെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഭൂരിപക്ഷം നേടുകയും നെൽസൺ മണ്ടേല സ്വതന്ത്ര ജനാധിപത്യ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച എല്ലാവരും.
ഓക്കെ, ഈ ഡേറ്റുകളൊക്കെ ഒന്ന് നോക്കി വെച്ച് ഇത് കഴിയുമ്പോൾ ഞാൻ 2 1 വേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കും, കിട്ടുമോ നമുക്ക് നോക്കാം. അപ്പാർത്തൈഡ് പോളിസി, വർണ്ണവിവേചന നയം, അത് പിൻവലിച്ചത് 1991. നെൽസൺ മണ്ടേല ജയിൽ മോചിതനായത് 1990. ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ 1994. അവരുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരുടെ ആദ്യത്തെ അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് നെൽസൺ മണ്ടേല തെരഞ്ഞെടുക്കപ്പെട്ടത് ആ 1994 ഇലക്ഷനിലായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ചിരിച്ചു എല്ലാവരും. യെസ്, അപ്പോൾ ഓക്കെ ആണ്. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ബ്രേക്ക് തന്നേക്കാം. വേഗം ഒരു 10 സെക്കൻഡ് സമയം. ഇതുവരെ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മറച്ചു നോക്കി. യെസ്, എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. യെസ്, യെസ്, ചോദിച്ചോട്ടെ സാർ. നെൽസൺ മണ്ടേല നീണ്ട 26 വർഷം ജയിലിലായിരുന്നു. 2 സ്ഥലങ്ങളിലായിട്ടാണ് ജയിലിൽ കിടന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ 2 ജയിൽ? ഒന്ന് ആൻസർ കമന്റ് ചെയ്ത എല്ലാവരും. കമന്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഒരാളെ റാൻഡം ആയിട്ട് വിളിച്ചു ചോദിക്കാം. അഭിനന്ദ് വിളിച്ചോ. ഒന്ന് റോബൻ ഐലൻഡ്, ആ പിന്നെ പോൾസ്മോർ ജയിലിലുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമ്മൾ ബ്രേക്കിലോട്ട് പോകുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ആദ്യം കമന്റ് ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവരും കമന്റ് ബോക്സ് ഒന്ന് റെഡിയാക്കി വെച്ചോ. ആദ്യം ആരുടെ കമന്റ് വരെ നോക്കാം. അത്രയും ശ്രദ്ധിച്ചിരുന്നവർക്ക് പറയാൻ പറ്റുള്ളൂ. നീണ്ട 26 വർഷമാണ് നെൽസൺ മണ്ടേല ജയിലിൽ കിടന്നത്. നെൽസൺ മണ്ടേല അവിടെ നിന്ന് റിലീസ്ഡ് ആയി. അപ്പാർത്തൈഡ് പോളിസി അവിടെ നിന്ന് പിൻവലിച്ചു. ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ അവിടെ നടന്നത്. ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന വർഷം സർ 1994. ഇതായിരുന്നു പറഞ്ഞേക്കുന്നത്. ദർശൻ ദർശൻ ചന്ദ്രദേവാണ് ആദ്യം കറക്റ്റ് ആൻസർ പറഞ്ഞേക്കുന്നത്. 1994 ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞതാണത് സർ. കുഴപ്പമില്ല, 1994 ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. ആ ആൻസർ കിട്ടി കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയാമായിരുന്നു ഉള്ളവർക്കൊന്ന് ഡാറ്റ കാണിച്ച്. ഓക്കെ, യെസ്. സോ ഇനി നമ്മളൊരു കുഞ്ഞ് ബ്രേക്കിലോട്ട് പോകുന്നു. ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടായിരിക്കുള്ളൂ ബാക്കി ആ ഒരു 12th ചാപ്റ്ററിന്റെ ബാക്കിയുള്ളത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ വി ആർ ഗോയിങ് ഫോർ എ കുഞ്ഞ് ബ്രേക്ക്. ടാറ്റ. യെസ്, തിരിച്ചു വന്നില്ല എല്ലാവരും? വന്നില്ലേ? നമ്മളിനി എടുക്കാൻ പോകുന്നത് 12ാമത്തെ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗമാണ്. 12ാമത്തെ ചാപ്റ്ററിന്റെ പേരറിയാലോ എല്ലാവർക്കും. 12ാമത്തെ ചാപ്റ്ററിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ഇന്ദ്രജിത്ത് സാറ് ഹിസ്റ്ററിയിൽ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു. പേരറിയാലോ? എന്താണ് പേര് 12ാമത്തെ ചാപ്റ്ററിന്റെ? ഒരാളെ വിളിച്ചേ സാർ. ആ ഒരു PhD കാരി വിളിച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചോ? ഇത്രയും ആളുകളുടെ ഇടയിൽ ആളില്ല. സ്പോട്ട് ചെയ്തിട്ട് വിളിച്ചോ. സ്പോട്ട് ചെയ്തിട്ട് ഓഫ്, എന്ത് പരിപാടിയാണ് സാറേ കാണിച്ചത്? അതല്ലേ നീ മനസ്സിൽ പറഞ്ഞ? സത്യം പറ. പോയാ ഓക്കെ, യെസ്. ഏബലെ പറഞ്ഞോ, നീ മനസ്സിൽ വിചാരിച്ചതാണോ ശരിക്കും? എന്ത് പരിപാടിയാണ് സാറേ കാണിച്ചത്? ആണോ? അതെ, ഓക്കെ. എന്താണ് നമ്മുടെ 12ാമത്തെ ചാപ്റ്ററിന്റെ പേര്? ഹിസ്റ്ററിയാ? ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ഹിസ്റ്ററി. യെസ്, അൺമ്യൂട്ട് ചെയ്തു, മ്യൂട്ട് ചെയ്തു. യെസ്, ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ഹിസ്റ്ററി. യെസ് കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ഹിസ്റ്ററിയെ പറ്റിയിട്ടാ. ഓക്കെ, ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓർമ്മയുള്ളവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചതെന്നൊക്കെ അറിയാനായിട്ട്. യെസ്, ഞാൻ പറഞ്ഞുതരാന്നുള്ള ഒരാൾ വിളിച്ച് ടാറ്റ കാണിച്ചേ. സർഫാസ് രണ്ടാമതിരിക്കുന്ന ഉച്ചൻ്റെ പേരെന്താ? വിളിച്ചാണ്? വിളിച്ചോ. പേര്? കൃഷ്ണേന്ദു. ഒന്ന് പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങളാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചായിട്ട് ഓർമ്മയുള്ളത്?
ഹിസ്റ്ററിയുടെ സോഴ്സ്. ഓക്കെ, പിന്നെ കുടക്കല്, തൊപ്പിക്കല്, മുനിയറ, നെന്നങ്ങാടി. നെന്നങ്ങാടി. പിന്നെ ഓരോ ഫോർട്ടിന്റെ പേരുകൾ. ഓരോ ഫോർട്ടിന്റെ പേരുകൾ. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. പാലസും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, കൊട്ടാരങ്ങളെയൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. നാണയങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. സാറും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെ ആൻസി മാത്രമല്ല. ഓക്കെ, ആള് പലതും ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ്. ആക്ച്വലി വാട്ട് ഈസ് മീൻ ബൈ ഹിസ്റ്ററി? എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? അല്ല, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? സർ കോൺസ്. കോയിൻസ് എന്നാണ് പറഞ്ഞത്. യെസ്, കോൺസ്. എനിക്ക് കോൺസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കോൺ ടോപ്പ് ഐസ്ക്രീം ഓർമ്മ വന്നു സാർ. ഇന്ന് പോകുമ്പോൾ പറഞ്ഞ് മേടിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ അല്ല, കുറച്ച് നേരമായി ഞാനിങ്ങനെ അതിങ്ങനെ ഓർമ്മ വരുന്നു പെട്ടെന്ന്. എന്ത് പറ്റി? ഓക്കെ, യെസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഹിസ്റ്ററിയെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഹിസ്റ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, മുൻപ് നടന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ചരിത്രമാണ്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിയാണ്. ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഓരോ മൊമെന്റ്സും ഇപ്പോൾ ഹിസ്റ്ററിയുടെ ഭാഗമായിക്കൊണ്ട്, ഹിസ്റ്ററി ഇസ് എ റെക്കോർഡ് ഓഫ് പാസ് ബൈ എവിഡൻസ്. പേരെന്താണ് പറഞ്ഞവന്റെ? അഭിനന്ദ. സൂപ്പർ ഡെഫിനേഷൻ ആണ്. പാസ്റ്റ് ബൈ എവിഡൻസ് അല്ലേ പറഞ്ഞത്? ഓക്കെ മോനെ, സൂപ്പർ ഡെഫിനേഷൻ. ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഹിസ്റ്ററിയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ കുറച്ചു മുമ്പ് കൃഷ്ണേന്ദു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. തെരേസയുടെ ഡാൻസ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. സോ ഇതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റ് വരെ, ഈ ഒരു കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡ്സ് വരെ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ചരിത്രത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ കുറച്ച് ഭാഗങ്ങൾ ഈ ഹിസ്റ്ററിക്കലായിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് അല്ല, ഹിസ്റ്ററിക്കലായിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ് ഇന്ദ്രജിത്ത് സാർ ക്ലാസ്സിലെത്തുന്നത്. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ലോക്കൽ ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ സഞ്ജു സാറിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞ സാറിന്റെ വിഷമമാവും. അല്ല, അതെ, ലോക്കൽ ഹിസ്റ്ററിയാണ്. അതെന്ന് വെച്ചാൽ സഞ്ജു സാറിന്റെ ലോക്കൽ എന്നല്ലാണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെയല്ല. ശരിക്കും ഒരാളെന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആരാ? ആഗ്നേയ. യെസ്. എന്താണ് ഈ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അധികം ഫേമസ് അല്ലാത്ത ഹിസ്റ്ററിയാണ് ലോക്കൽ ഹിസ്റ്ററി. അതല്ല ഉദ്ദേശിച്ചത്? യെസ്. സഞ്ജു സാറിന്റെ ലോക്കൽ ഹിസ്റ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ എന്ത് പറയും? എന്താണ്? കുട്ടികളെ നിരീക്ഷിക്കുക. അതൊരു ഹിസ്റ്ററിയാണോ? നിങ്ങൾക്ക് ഓർമ്മയുള്ള എന്ത് ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിലും പറയാട്ടാ. ഇത് അവരിങ്ങനെ ഡിസ്കസ് ചെയ്ത് എൻജോയ് ചെയ്ത് പഠിച്ചാലേ പോകുള്ളൂ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു ഡ്രൈ ആയിട്ടുള്ള സാധനമായിട്ട് തോന്നും. ഓക്കെ, പിന്നെ പോട്ടെ, പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, യെസ്. തെരേസ എന്തോ പറയാൻ വരുന്നുണ്ട്, ഒന്ന് വിളിച്ചോ സാർ. തെരേസ അല്ലല്ലോ, ആയിരിക്കുന്ന മോളാർ. അതാരാ? ആൻലിയ. എന്താണ് ആൻലിയ ലോക്കൽ ഹിസ്റ്ററി എന്നുള്ള? ആൻലിയക്ക് എന്താ പറയാനുള്ളത്? ആൻസി. എന്തൊരു കോയിൻസിഡൻസ്. പറഞ്ഞ ആൻസി, വെറുതെ അല്ല. പറ. ആൻസി പറഞ്ഞോ. അങ്ങനെയാണോ? എനിക്ക് സത്യമായിട്ട് ഐ എം സോറി, എന്റെ മിസ്റ്റേക്ക് ആണ്. എനിക്ക് ഇപ്പോഴാണ് ആ സാധനം കത്തിയത് കേട്ടാ. ഓക്കെ, ഞാൻ ആൻലിയാന്ന് വിളിച്ചു കഴിഞ്ഞ സമയത്ത് പേരെന്താ? ആൻലിയ തന്നെയല്ലേ സാർ? ഈ കൊച്ചിന്റെ പേരെന്താണ്? ആൻലിയാന്ന് വിളിച്ചു കഴിഞ്ഞ സമയത്ത് പേര് തെറ്റിപ്പോയിട്ട് ആൻസി എന്ന് പറഞ്ഞാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നെ ആൻസി എന്ന് രണ്ടാമത് പറഞ്ഞപ്പോഴാണ് ലോക്കൽ ഹിസ്റ്ററി ആൻസിയിലോട്ട് ഞാൻ പോയത് കേട്ടോ. എന്റെ മിസ്റ്റേക്ക് ആണ്, ഞാൻ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവണമായിരുന്നു. ഓക്കെ, ശരിയാണ്, അദ്ദേഹത്തിന്റെ ലോക്കൽ ഹിസ്റ്ററിയാണ് ഈ പറയുന്ന ആൻസി എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് കൂട്ടുകാരത്തിന്റെ പേരാണെന്ന് പറഞ്ഞത് വിശ്വസിച്ചേക്കണുണ്ട് നിങ്ങൾ എല്ലാവരും. ഓക്കെ, ശരിക്കും ഹിസ്റ്ററിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും വേൾഡ് ഹിസ്റ്ററി എന്നും പിന്നെ വേണമെങ്കിൽ ഇപ്പുറത്തെ ലോക്കൽ ഹിസ്റ്ററി എന്നും. ശരിക്കും ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു വലിയൊരു പ്രദേശത്തിന് അല്ലെങ്കിൽ വലിയൊരു കാര്യവുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കും. അമേരിക്കൻ ഹിസ്റ്ററി, ഫ്രഞ്ച് റവല്യൂഷൻ, അതേപോലെ കുറച്ച് ഭാഗങ്ങൾ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പഠിക്കും.
ലോക്കൽ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അല്ല, ഒരു ചെറിയ പ്രദേശത്തിന്റെ ഒരു ചരിത്രം എന്നൊക്കെ പറയും ഈ പറയുന്ന ലോക്കൽ ഹിസ്റ്ററിയെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ. സോ ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ലോക്കൽ ഹിസ്റ്ററിയെ പറ്റിയിട്ടാണ്. ഓക്കെ, ഈ പ്രദേശത്ത് ഒരു രാജാവിനെ പറ്റി എടുക്കുകയാണെങ്കിൽ ഞാനാണ് ഈ പറവൂര്, ഈ എറണാകുളം ലോക്കൽ ഏരിയ. ശരിയാണ്, ഒരു ലോക്കൽ ഏരിയ ആയി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കംപ്ലീറ്റ് ഇനി ഈ ലോക്കൽ ഹിസ്റ്ററിയെ പറ്റിയിട്ടാണ്. എന്താണ് ലോക്കൽ ഹിസ്റ്ററി, അതേപോലെ ഒരു ലോക്കൽ ഹിസ്റ്ററിയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഞ്ജു സാറിന്റെ ഹിസ്റ്ററിയെ പറ്റിയിട്ടാണ്. ഒരു ഹിസ്റ്ററി ഇപ്പോൾ ആൻലിയ പറഞ്ഞു, ആൻസി എന്നുള്ള ഒരു ഹിസ്റ്ററി ആണെന്നുള്ളത്. ഇനി അടുത്തതായിട്ട് വേറെ എന്തൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും, ഇനി പറയാൻ പറ്റുമെന്നുള്ളവരൊക്കെ ഒന്ന് ഡാറ്റ കാണിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് റീസെൻഡ് ചെയ്താൽ ഉപകാരമായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഫണ്ണായിട്ട് തന്നെ പഠിച്ചു പോകട്ടെ നമുക്ക്. അത് കഴിഞ്ഞിട്ട് ശരിക്കുള്ള ടോപ്പിക്സിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ, വിളിച്ചോ. അഭിരാമ് ഇദ്ദേഹത്തിന്റെ ലോക്കൽ ഹിസ്റ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ അഭിരാമോൻ എന്തൊക്കെ പറയും? സാറ് നല്ലൊരു വ്യക്തിയാണെന്ന് പറയും. ഓക്കെ, യെസ്, കണ്ണ് നിറഞ്ഞ ഭാവത്തിന്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ പറയുന്നത്. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചാറ്റ് ബോക്സിൽ അയച്ചാൽ മതി, പാർസലായിട്ട് വീട്ടിലോട്ട് വരും കേട്ടോ. ഓക്കെ, അദ്ദേഹം നല്ലൊരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ഓക്കെ, അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ ചോദ്യം അതാണ്. വെറുതെ പറഞ്ഞാണ്. ഓക്കെ, യെസ്, പ്രൈസ് ഈസ് ക്യാൻസൽഡ്. ഓക്കെ, ഇനി നമ്മുടെ സഞ്ജു സാറിനെ കുറിച്ചിട്ട് നമുക്ക് അറിയണം. ഇപ്പോ നിങ്ങൾക്ക് ഈ കേൾക്കുന്ന ശബ്ദത്തിലൂടെ മാത്രമേ ഇദ്ദേഹത്തെ അറിയുള്ളൂ. ഇദ്ദേഹത്തിന് എന്താ മറ്റു സിനിമകളിലൊക്കെ പറയുന്ന പോലെ മറ്റൊരു മുഖം കൂടിയുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച മുഖം കണ്ടതാ. അപ്പോൾ എന്റെ ചോദ്യം അതല്ല, ഇദ്ദേഹത്തെ കുറിച്ചിട്ട് അറിയാനായിട്ട് ഇദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരാളോട് പോയി ചോദിച്ചു എന്ന് വിചാരിക്കുക. നാട്ടിൽ നമ്മൾ ഒരാളോട് പോയി ചോദിക്കുന്നു ഇദ്ദേഹത്തെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഒരാളെ വിളിക്കാം. റാൻഡം ആയിട്ട് ഒരാളെ വിളിച്ചു, കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള ഒരാൾ. ജന്മയുണ്ടെങ്കിൽ അല്ലിയെ വിളിക്കൂല ഇനി. ഓക്കെ, അദ്വൈതേ, നീ നമ്മുടെ സഞ്ജു സാറിന്റെ നാട്ടുകാരനാണെന്ന് വിചാരിക്കുക. നാട്ടിലെ കുറച്ച് പ്രായമുള്ളൊരു ചേട്ടൻ. അപ്പോ സഞ്ജു സാറിനെ കുറിച്ചിട്ട് ചോദിക്കുന്നു, നീ എന്തൊക്കെ പറയും? അങ്ങനെയൊക്കെ പറയല്ലടാ. ഒന്നാമതേ നമ്മുടെ നാട്ടില് ഇപ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇറങ്ങി ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോ അത് എന്നാലും ഈ നാട്ടിൽ അത്രയും സൽസ്വഭാവമായിട്ടുള്ള ഒരാളില്ല, നല്ലൊരു മനുഷ്യൻ. നിനക്ക് സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയാം, അത് അദ്ദേഹത്തെ പൊക്കി പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ആ നാട്ടില് നാളെ ഒരു വാർഡ് മെമ്പർ ഇലക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെറുതെ പോയി നിന്നാലും ജയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഓക്കെ, അത് തമാശക്കൊന്നും പറഞ്ഞല്ല, അത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാണ്. അദ്ദേഹത്തിന് അറിയേണ്ടതാണത് കേട്ടോ. അപ്പോ നാട്ടില് ഒരാള് ഇപ്പൊ അവൻ പറഞ്ഞത് കോമൺ ആയിട്ട് പറഞ്ഞാണ്. ഇപ്പൊ ഇവൻ ഒരാളെ പറ്റി ചോദിച്ചു കഴിഞ്ഞ സമയത്ത് ഇവൻ ഇതേപോലെ പറഞ്ഞു, അവൻ ഫുള്ള് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും നാട്ടിൽ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പല വിവരങ്ങളും കിട്ടും. അതാണ് എന്ത് പറയുന്നത്, സാറേ ഒന്ന് മൗസ് ഒന്ന് മാറ്റണേ. ഓക്കെ, അതാണ് പറയുന്നത് ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. എന്താണ് ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്? സോ ഇതേപോലെയുള്ള ഇവനെപ്പോലുള്ള അപ്പാപ്പന്മാരൊക്കെ നാട്ടിലുണ്ടാവും, അവരൊക്കെയാണ് നാടിന് ആപത്തെന്ന് പറയുന്നത്. ഓക്കെ, വെറുതെ പറഞ്ഞതാ. അപ്പോൾ അവർ പറയുന്ന ഹിസ്റ്ററിയാണ് എന്ന് പറയുന്നത് ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഒരു നാടിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരാളോട് ചോദിക്കാൻ പറ്റും. സോ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നത് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് നമ്മുടെ സഞ്ജു സാറിനെ ആയതുകൊണ്ട് തൽക്കാലം ലോക്കൽ ഹിസ്റ്ററി എന്നെടുക്കാം. എന്തെടുക്കാം സാറേ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ലോക്കൽ ഹിസ്റ്ററി. സോ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ ടോപ്പിക്കാണ് ലോക്കൽ ഹിസ്റ്ററി. വേണ്ടവർ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. രണ്ടാമത്തത്, നാട്ടില് തലമുതിർന്ന ഒരു ചേട്ടനായിട്ടുള്ള, ഇവന്റെ പേരെന്തായിരുന്നു? ആകാശം. അദ്വൈതിന്റെ അടുത്ത് നമ്മൾ ചോദിച്ചു അഭിപ്രായം എന്താണെന്നുള്ളത്. നാട്ടിലെ പ്രായം ചെന്ന ഒരാളായതുകൊണ്ട് അപ്പൊ പറഞ്ഞു ആ നാടിന്റെ ഡീറ്റെയിൽസും അവിടുത്തെ ആൾക്കാരെയൊക്കെ കുറിച്ചിട്ട് പറഞ്ഞു തന്നു. സോ അത് ഓറൽ ഹിസ്റ്ററി എന്ന് പറയും. എന്ത് പറയും? ഓറൽ ഹിസ്റ്ററി, വാമൊഴിയായിട്ട് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയും. അടുത്തത് ആ ഒരു നാടിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നാട്ടിൽ ഇതേപോലെയുള്ള പല മഹത് വ്യക്തികളും താമസിക്കുന്നുണ്ടാവും. ഇദ്ദേഹത്തിന്റെ ഫാമിലിയെ പറ്റിയായിട്ട് ചോദിക്കുന്നു. നല്ല ആൻസർ പറയാൻ പറ്റുന്നവരെ വിളിച്ചാലോ? വേണ്ട, സാറ് എന്ന് പറ. സാറിന്റെ ഫാമിലിയെ കുറിച്ചിട്ട് നാട്ടിൽ എന്താ വേണ്ട? നമുക്ക് എന്താ ഇവരെന്ന് പറയട്ടെ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, വിളിച്ചോ. ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ചിരിക്കുന്നവരായിരിക്കും ദേവനന്ദ.
ദേവനന്ദ പറഞ്ഞേ. ഇദ്ദേഹത്തിന്റെ ചില നാട്ടിൽ നല്ല നല്ല ഫാമിലികളൊക്കെ ഉണ്ടാവുമല്ലോ. അതെ, അതേപോലെ ഇദ്ദേഹത്തിന്റെ ഫാമിലിയെ പറ്റിയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേവനന്ദ എന്ത് പറയും? നല്ല കുടുംബമാണ്, എല്ലാവർക്കും സഹായമൊക്കെ ചെയ്യുന്ന നല്ല ഫാമിലിയൊക്കെയാണ്. സോ ആ നാടിന്റെ തന്നെ അഭിമാനമാണ് ഒരു കുടുംബം എന്നൊക്കെ പറയും അല്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ ആരാണ് പറഞ്ഞത്? ചാറ്റ് ബോക്സിൽ അയച്ചിട്ടുണ്ടാവും നേരത്തെ. ഓക്കെ, അപ്പോൾ ആ ഒരു ഹിസ്റ്ററി നമുക്ക് പഠിക്കാനുണ്ട്. എഴുതി വെച്ചോ. പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് ദേവനന്ദ മോൾ ഇപ്പൊ പറഞ്ഞു തന്നത്. അതാണ് ഫാമിലി ഹിസ്റ്ററി. എന്താണ് ഫാമിലി ഹിസ്റ്ററി? ചില ഫാമിലി ഹിസ്റ്ററിയിലോട്ടൊക്കെ പോയാലുണ്ടല്ല തിരിച്ചു വരാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഫാമിലി ഹിസ്റ്ററി, ആ ഒരു ലോക്കൽ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ത് ഈ പറയുന്ന ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ശരിക്കും ഒരു നാടിനെ പറ്റിയിട്ട് എടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഒരു നാട്, ആ നാടിനെ കുറിച്ചിട്ട് ആരുടെടുത്തെങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ പിന്നെ വേറൊരു കാര്യം കേട്ടോ, നമ്മുടെ നേരത്തെ മറ്റവന്റെ പേരെന്നായിരുന്നു, അപ്പൂപ്പന്റെ പേരെന്നായിരുന്നു, അദ്വൈത്. യെസ്, അവരെ മറക്കരുത്. വാമൊഴി അഥവാ ഓറൽ ഹിസ്റ്ററിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു നാട്ടിൽ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, നമ്മൾ പഠിക്കാനുള്ള കണ്ടന്റ് ആണ്. ഒരു നാട്ടിൽ നമുക്കൊരു വിവരം അറിയണം എന്ന് വിചാരിക്കുക, അത് പ്രിക്വേഷൻ എടുത്തോളണം. ഒരാളുടെ അടുത്ത് മാത്രം ചോദിക്കരുത്, ഒന്നിലധികം ആളുകളോട് ചോദിച്ചിട്ട് വിവരങ്ങൾ കറക്റ്റ് ആണെന്ന് എന്ത് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. ഇപ്പൊ ദേവനന്ദയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, എന്തൊരു നല്ല മനുഷ്യൻ, ഇത്രയും നല്ല മനുഷ്യൻ ഈ നാട്ടിലേ ഇല്ലാന്നാ പറഞ്ഞത്. മറ്റവനോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, അവരാള് ശരിയല്ല എന്നാ പറഞ്ഞത്. അപ്പോ ക്രോസ് ചെക്ക് ചെയ്യണം ഓറൽ ഹിസ്റ്ററി നിർബന്ധമായിട്ടും. ഓക്കെ, യെസ്. പ്രായം ചെന്ന ആളുകളുടെ അടുത്താണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ. ഈ 3 പോയിന്റ്സ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചിടാം. ഈ 3 ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ മനസ്സിലായെങ്കിൽ. ഓക്കെ, യെസ്. അടുത്തത് ആ നാടിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയാനായിട്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫാമിലി വലിയൊരു ഫാമിലിയാണെന്ന് പറഞ്ഞു. ആ നാട്ടിലെ പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. യെസ്, എന്തൊക്കെ നല്ല കാര്യങ്ങളായിരിക്കുള്ള നാടിന് വേണ്ടി ചെയ്തേക്കുന്നത് അത് പറയാൻ പറ്റുന്നവരെ വിളിക്കണോ സാർ? വിളിച്ചോ. എന്തൊക്കെ നല്ല കാര്യങ്ങളായിരിക്കും ഇദ്ദേഹത്തിന്റെ ഫാമിലി ആ നാടിന് വേണ്ടി ചെയ്തേക്കുന്നത്? ആര് പറയും? നമുക്ക് ട്രീസി വിളിക്കണം. അതിലിപ്പുറം ഉള്ള തെരേസ വിളിച്ചോ. പറ. ശരിയാണ്, വീടിന്റെ പുറത്തൊരു ടാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വന്ന് വെള്ളം കുടിക്കാമെന്നുള്ളൊരു ടാപ്പ് വെച്ചിട്ടുണ്ടോ സാർ? ശരിക്കും ഉണ്ടാവുമായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു സംഭവം ഓക്കെ, മ്യൂട്ട് ചെയ്തു. പിന്നെ അതേപോലെ അവർ ചെയ്തു കൊടുത്ത നല്ല നല്ല കാര്യങ്ങൾ ആ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടെ ഉള്ള വില്ലേജിലോ പഞ്ചായത്തിലോ എന്തുണ്ടാകും, ഒഫീഷ്യൽ ഡോക്യുമെന്റുകളായിട്ടുണ്ടാകും. ഒഫീഷ്യൽ ഡോക്യുമെന്റുകളായിട്ടുണ്ടാവും. ശ്രദ്ധിച്ചോളണം കേട്ടോ, നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ്. എഴുതി വെച്ചോളണം, വേണമെങ്കിൽ ഒരു പേപ്പറിലൊന്ന് എഴുതി വെച്ചോ. ഇതൊക്കെ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഉണ്ടാകും. പിന്നെ അതേപോലെ ഒരു നാടിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ്, അധികം നമ്മൾ കേട്ടിട്ടുണ്ടാകില്ല, മോർഗേജ് ഡോക്യുമെന്റ്സ്. മോർഗേജ് ഡോക്യുമെന്റ്, ദാറ്റ് മീൻസ് മലയാളത്തിൽ പണയരേഖകൾ എന്നൊക്കെ പറയും. മോർഗേജ് ഡോക്യുമെന്റ്സ് ആൻഡ് ഡീഡ്സ്. അത് എടുക്കുന്ന സമയത്ത് പറഞ്ഞു തരാം, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി അപ്പോ നമ്മുടെ സഞ്ജു സാറിന്റെ നാടിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് പോകുന്ന ഒരു ഹിസ്റ്റോറിയൻ ആണ് നിങ്ങൾ എന്ന് വിചാരിക്കുക, ഒരു ചരിത്രകാരനാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ നാടിനെ കുറിച്ചിട്ട് എഴുതാനായിട്ട് നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോയ ഒരാളാണ് നമ്മുടെ കൃഷ്ണേന്ദു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കൃഷ്ണേന്ദു അങ്ങോട്ട് പോയിട്ട് വെറുതെ നമുക്ക് പോയി ഇദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചറിഞ്ഞ് പോന്നാൽ പോരാ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അവിടെ തിങ്സ് ടു ബി നോട്ടഡ്. തിങ്സ് ടു ബി നോട്ടഡ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ലോക്കൽ ഹിസ്റ്ററി ചെയ്യുന്ന സമയത്ത്, ലോക്കൽ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത്. ഇപ്പോൾ പഠിക്കാനും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് നമ്മൾ സഞ്ജു സാറിന് എന്ത് ചെയ്തത്, അവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. അപ്പോൾ ഈ ലോക്കൽ ഹിസ്റ്ററി എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത്. ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സ്ട്രക്ചർ. സ്ട്രക്ചർ ഓഫ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്. ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്, സ്ട്രക്ചർ ഓഫ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്. ഇത്രയും ടോപ്പിക്സേ ഉള്ളൂ നമുക്ക് ഇനി ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. സർ ആരാണ് സോറി എന്നൊക്കെ പറയുന്നത്?
അഭിരാം ഒരു കാര്യമില്ലാണ്ട് സോറിയൊക്കെ പറയുന്നു, അങ്ങോട്ടേക്ക് അയച്ചായിരിക്കുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ ഈ ലോക്കൽ ഹിസ്റ്ററിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ചേട്ടനോ ചേച്ചിമാരോ ആരെങ്കിലും +1 പഠിക്കുന്നവരുണ്ടെങ്കിൽ, +1 അല്ല +2 പഠിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, +1 +2 അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിലും ചോദിക്കാം എന്തായാലും. ഓക്കെ, യെസ്. കൃഷ്ണൻ എന്തോ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. 1ാം ക്ലാസ്സിലാണ് ചേട്ടനാ? ഓക്കെ, യെസ്, നന്നായി. +2. ഓക്കെ. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ സ്റ്റേജസ് ഉണ്ടാകും എന്നുള്ളത് അവരോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. സോ ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറാണ് ഈ പറയുന്ന ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതെത്തുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. മുഹമ്മദ് മോൻ മനസ്സിലായോ? മുഹമ്മദ് ഹംദാൻ മോൻ മനസ്സിലായി. ഓക്കെ, സോ ഇത്രയും ടോപ്പിക്സേ നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ കൺസെപ്റ്റുകൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച എല്ലാ കുഞ്ഞുങ്ങളും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ, സോ ഇനി നമ്മൾ പോകാൻ പോകുന്നു ലോക്കൽ ഹിസ്റ്ററിയിലോട്ട്. പോയിക്കോട്ടെ സർ? യെസ്, പോവാം. അപ്പോൾ നോക്കാം നമുക്ക് ലോക്കൽ ഹിസ്റ്ററി എന്താണെന്നുള്ളത്. ലോക്കൽ ഹിസ്റ്ററി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഒരു ലാർജർ ഏരിയ അല്ലെങ്കിൽ ഒരു ലാർജ് അല്ലെങ്കിൽ ബിഗ് ഇൻസിഡന്റ് അതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് ശരിക്കും ഹിസ്റ്ററി എന്നേ പറയും. പക്ഷേ കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ഏരിയയെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം വരുന്നത് ഈ പറയുന്ന ലോക്കൽ ഹിസ്റ്ററിയിലായിരിക്കുള്ളൂ എന്നറിഞ്ഞിരിക്കുക. അപ്പൊ ലോക്കൽ ഹിസ്റ്ററി നന്നായിട്ട് മനസ്സിലായി എന്നുള്ളവരൊന്ന് ഡാറ്റ കാണിച്ച് ചാപ്റ്ററിന്റെ ആദ്യത്തെ സെക്ഷനിൽ ഒരു ടേബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ലോക്കൽ ഹിസ്റ്ററി എന്നുള്ളത്. നോക്കാം. Local history is a minute study of a geographically limited area or an event. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് പോയിന്റ് എന്താണ് ലോക്കൽ ഹിസ്റ്ററി എന്നുള്ളത്, അതിനെക്കുറിച്ചിട്ടുള്ള നമ്മുടെ നിരീക്ഷണം, അതിനെയാണെന്ന് പറയുന്നത് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കേട്ടോ, ഒബ്സർവേഷൻ. ഇപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയാണ് ഇതെന്ന് പറയുന്നത് ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്സർവിംഗ് ദ ലൊക്കാലിറ്റി help us to know about the minute details of that region. Okay, നിങ്ങൾ ഒബ്സർവേഷനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. നിരീക്ഷണം എന്താണെന്ന് കുറച്ച് കണ്ട് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു സെക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ട് ലോക്കൽ ഹിസ്റ്ററിയും ഒബ്സർവേഷൻ, ലോക്കൽ ഒബ്സർവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. It is an essential to conduct a local visit and observation to understand the diversities of an area where a local community exists, its geographical features, direction, flora and fauna, watershed and agricultural practices. Okay, yes. ഇപ്പോൾ റാൻഡം ആയിട്ട് ഒരാളെ ഞാൻ വിളിക്കാൻ പോകുന്നു. കൊടൈക്കനാലിൽ ടൂർ പോയേക്കുന്നവർ എത്ര പേരുണ്ട്? കൊടൈക്കനാലിൽ ടൂർ പോയേക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യൂ. കൊടൈക്കനാലിൽ ടൂർ പോയേക്കുന്നവർ. യെസ്, ഇവരൊക്കെ ഇത്രയും പേര് പോയിട്ടുണ്ടോ? വെരി ഗുഡ്. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അറിയാമെന്നുള്ള ഒരു ഡാറ്റ കാണിച്ച്. യെസ്, ഓക്കെ. വിളിച്ചോ. ആരാ? അഞ്ജിത്ത്. 2 പേരോട് ചോദിക്കാം. അഞ്ജിത്തിന്റെ വീട് എവിടെയാ? ആനാപ്പുഴ, എളങ്ങുന്നപ്പുഴ, എറണാകുളം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ആ ഒരു നാടിനെ കുറിച്ചൊന്ന് പറയൂ. അടിപൊളി ഗ്രാമമാണ്. ടൗൺ ഏരിയ ആണോ അതോ വില്ലേജ് ഏരിയ പോലെയാണോ? വില്ലേജ് ഏരിയ പോലെയാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഞാൻ അറിഞ്ഞൂടാ. ഓക്കെ, ആ നാട്ടിലെ കൂടുതൽ ആളുകൾ പൊളിയാണ് കാണാനായിട്ട്. നല്ല തണവൊക്കെയാണ്. ഓക്കെ, ആ നാട്ടിലെ കൂടുതൽ ആളുകളും എന്ത് ജോലിയൊക്കെയാണ് ചെയ്യുന്നത്? എനിക്ക് അങ്ങനത്തെ ജോബ്സ് ഒക്കെയാണ് കൂടുതലും ആളുകൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ആ നാട്ടിലെ എല്ലാവരും ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ്? നോർമലായിട്ട് ഉള്ള പോലെയാണ് ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നോർമലായിട്ടുള്ള പോലെയാണ്. ഓക്കെ, ഇനി ഓക്കെ സാധാരണ മുണ്ട് ഷർട്ടൊക്കെ തന്നെയാണ് എല്ലാവരും ഇടുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കൊടൈക്കനാലിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവിടത്തതും വിട്ടിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊടൈക്കനാലിൽ കാണാൻ പറ്റിയത്? ആളുകൾ ഇവിടത്തെ പോലെ തന്നെയാണോ ഡ്രസ്സിങ്? അല്ല, വ്യത്യാസമുണ്ട്. എല്ലാവരും സ്വെറ്റർ പോലെ ഇട്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്ന
വരുമാന മാർഗങ്ങളായിരിക്കും അവിടെ ഉള്ളവർക്ക്? എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? സാധനങ്ങൾ വിൽക്കലൊക്കെയാണ് നമ്മൾ അവിടെ കൂടുതലും എന്ത് ചെയ്തേക്കുന്നത്, കണ്ടേക്കുന്നത് ടൂറിസ്റ്റുകളെ. പിന്നെ എന്താണ് ചേഞ്ച് അവിടെ? കേട്ടില്ല. ഫാം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ന് പറയാൻ പറ്റും അവിടെ. പിന്നെ ഓക്കെ ഗുഡ് സാർ. അടുത്ത ഒരാളുടെ അടുത്തും കൂടെ നമുക്ക് ചോദിക്കാം സ്പീഡിൽ. അടുത്ത ആരാ പറ്റിയതുള്ളത്? ഏറ്റവും അടിപൊളിയായിട്ട് പറയാൻ പറ്റുന്ന ഒരാളുടെ ഡാറ്റ കാണിച്ച്. മൂന്നാമതിരിക്കുന്ന ആൾ. വിളിച്ചോ. മോനെ പറഞ്ഞോ. ഇവിടത്തത് വിട്ടിട്ട് കൊടൈക്കനാലില് മോനെ എന്തൊക്കെ ചേഞ്ചസ് ആണ് കണ്ടേക്കുന്നത്? സ്മെല്ലിൽ വ്യത്യാസമുണ്ട്, മണ്ണിലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ക്ലൈമറ്റ് തണവ് അവിടെ ഉണ്ടാവും. ആളുകളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ വ്യത്യാസമില്ലേ? ടോക്കിംഗ് സ്റ്റൈൽ വ്യത്യാസമില്ലേ? പേരെന്തായിരുന്നു പറഞ്ഞത്? ആദിശങ്കർ. മ്യൂട്ട് ചെയ്തോ സാർ. കുഞ്ഞുങ്ങൾ ഇനി ശ്രദ്ധിച്ചോളൂ. ഈ ആദിശങ്കറും അതേപോലെ അഞ്ജിത്തും ഇവർ രണ്ടുപേരും ഇപ്പൊ നടത്തിയ സംഭവമാണെന്ന് പറയുന്നത് ലോക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഇവര് രണ്ടുപേരും ഇപ്പൊ നടത്തിയ സംഭവമാണെന്ത് ലോക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടത്തെ വെച്ച് നോക്കുമ്പോൾ അവിടെ എന്താണ് ചേഞ്ച് എന്നുള്ളത് ഇവർ നിരീക്ഷിച്ചു. അതിനെയാണ് ലോക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇതുമായിട്ട് നമ്മുടെ സഞ്ജു സാറിന് യാതൊരുവിധ ബന്ധവും ഇല്ല. ഓക്കെ, യെസ്. അപ്പോൾ നോക്കാം. പ്രാദേശിക ചിത്രരചന ചെറിയൊരു പ്രദേശത്തിന്റെയോ സംഭവത്തിന്റെയോ സൂക്ഷ്മ പഠനമാണ് ചരിത്രരചന എന്ന് പറയുന്നത് കേട്ടോ. പ്രാദേശിക ചരിത്രരചന എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെയോ ഒരു സംഭവത്തിന്റെയോ സൂക്ഷ്മ പഠനത്തെയാണ് സാധാരണ എന്ത് പറയുന്നത്, പ്രാദേശിക ചരിത്രരചന എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തിന്റെ സൂക്ഷ്മ വശങ്ങൾ തിരിച്ചറിയാൻ പ്രാദേശിക നിരീക്ഷണം നമ്മെ സഹായിക്കുന്നു. ഒരു പ്രദേശത്തിന്റെ പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഭൂപ്രദേശം, അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ, ദിക്ക്, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ തുടങ്ങിയ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പ്രാദേശിക നിരീക്ഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു പ്രാവശ്യം പോലും കൊടൈക്കനാലിൽ പോകാത്ത ഒരാൾക്ക് അവിടുത്തെ ചിലപ്പോൾ ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. പക്ഷേ പോയേക്കുന്ന ഒരാൾക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടുതൽ നന്നായിട്ട് ആ ഒരു പ്രദേശത്തെ കുറിച്ചിട്ട് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്താണ് പ്രാദേശിക നിരീക്ഷണം അഥവാ ലോക്കൽ ഒബ്സർവേഷൻ? താരതമ്യേന ഒരു ചെറിയ പ്രദേശത്തെയോ അല്ലെങ്കിൽ സംഭവത്തെയോ കുറിച്ചിട്ടുള്ള ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു പഠനമാണ് എന്ത് പറയുന്നത്, പ്രാദേശിക നിരീക്ഷണം എന്ന് പറയുന്നത്. ഇനി ആ ഒരു പ്രദേശത്തെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമുക്ക് പ്രാദേശിക നിരീക്ഷണം നമ്മളെ സഹായിക്കും. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും? അവിടുത്തെ ജോഗ്രഫിക്കൽ സ്പെഷ്യാലിറ്റീസ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, ദിക്ക്, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ, ഇതിനെയൊക്കെ കുറിച്ചിട്ട് തിരിച്ചറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ സഹായിക്കും. ലോക്കൽ ഒബ്സർവേഷൻ ക്ലീൻ ആയിട്ട് മനസ്സിലായി എന്നുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ടാറ്റ കാണിച്ച വേഗം. യെസ്. അപ്പോൾ ലോക്കൽ ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലായി. ലോക്കൽ ഹിസ്റ്ററി വേഗം ഒന്ന് പഠിച്ച എല്ലാവരും ഇപ്പൊ ചോദിക്കും. ലോക്കൽ ഹിസ്റ്ററി ഇസ് എ മൈന്യൂട്ട് സ്റ്റഡി ഓഫ് ജോഗ്രഫിക്കലി ലിമിറ്റഡ് ഏരിയ ഓർ ആൻ ഇവന്റ്. ഒരു 2 പ്രാവശ്യം ഉറക്കം വായിക്കുക, ഇപ്പൊ തന്നെ ചോദിക്കും. ലോക്കൽ ഹിസ്റ്ററി ഇസ് എ മൈന്യൂട്ട് സ്റ്റഡി ഓഫ് ജോഗ്രഫിക്കലി ലിമിറ്റഡ് ഏരിയ ഓർ ആൻ ഇവന്റ്. ഒന്നുകൂടെ, ലോക്കൽ ഹിസ്റ്ററി ഇസ് എ മൈന്യൂട്ട് സ്റ്റഡി ഓഫ് ജോഗ്രഫിക്കലി ലിമിറ്റഡ് ഏരിയ ഓർ ആൻ ഇവന്റ്. പ്രാദേശിക ചരിത്ര രചന ചെറിയൊരു പ്രദേശത്തിന്റെയോ സംഭവത്തിന്റെയോ സൂക്ഷ്മ പഠനമാണ്. പ്രാദേശിക ചരിത്ര രചന ഒരു പ്രദേശത്തിന്റെയോ അതേപോലെ സംഭവത്തിന്റെയോ സൂക്ഷ്മ പഠനമാണ് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളവർക്ക് റൈസ് ഹാൻഡ് ചെയ്യാം ഫാസ്റ്റ് ആയിട്ട്. എന്താണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പഠിച്ചു കഴിഞ്ഞവർക്ക് റൈസ് ഹാൻഡ് ചെയ്യാം. യെസ്, വിളിച്ചോ സാർ ഒരാളെ. എനിക്ക് എന്നാലും നാട്ടിൽ വെള്ളമൊക്കെ കൊടുക്കുന്നു പറഞ്ഞിട്ടാണ്. പിന്നെ കൊടുക്കും. ഓക്കെ, കൂട്ടുകാരന്മാർക്ക് കൊടുക്കും അല്ലേ, നല്ലതാ. ഓ കിട്ടി. അടുത്ത് അവന്തിക വെച്ചേ പറഞ്ഞോ, എന്താണ് ലോക്കൽ ഹിസ്റ്ററി? അയ്യോ, അവന്തിക വെച്ച് അൺമ്യൂട്ട് ചെയ്താറല്ലോ, വേറെ ആൾ വിളിക്കാം. ആരാ? ജുവൽ. പറഞ്ഞോ, എന്താണ് ലോക്കൽ ഹിസ്റ്ററി? Local history and minute studies and geographical
limited area or an event. ഓക്കെ യെസ്. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഒരു ലോക്കലിനെ പറയാൻ പറഞ്ഞ ഒരു സെൻറ്റൻസ് ആണ് പറയും. Guys, അങ്ങനെ പറയരുത്. പരീക്ഷയ്ക്കൊന്നും എഴുതി വെച്ചേക്കരുത് കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ മാത്രം പറഞ്ഞു അറിയപ്പെടുന്ന ഒരു ലോക്കൽ. യെസ്, ലോക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോക്കൽ അല്ല, പ്രാദേശികമായിട്ടുള്ളൊരു വ്യക്തി, ഞാൻ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ യെസ്. അടുത്തൊരാൾ, അടുത്ത വിളിച്ചു, ഒരാളെ വിളിച്ചു. ആര്യലക്ഷ്മി മോനെ ഒന്ന് പറഞ്ഞേ, എന്താണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ എന്ത് പറയും? Local history is a study of an geographical area or an event. അതിനെ പറയുന്നതാണ് എന്ത് പറയുന്നത്? ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അറിയപ്പെടുന്ന ഒരു ലോക്കൽ ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? റെൻസോ സാർ പറഞ്ഞോ. കേട്ടാ, അത് വെച്ച് പറയൂല, സാറിന് വിഷമം വിചാരിച്ചിട്ടാ. ഓക്കെ യെസ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളുക, ഇന്ന് പഠിക്കുന്ന ലോക്കൽ ഒബ്സർവേഷനിൽ തന്നെയുള്ള രണ്ടാമത്തെ സെക്ഷൻ, അതായത് വാട്ട് അതർ ഇൻഫോർമേഷൻ ക്യാൻ വി ഫൈൻഡ് റൈറ്റിംഗ് ഹിസ്റ്ററി ത്രൂ ലോക്കൽ ഒബ്സർവേഷൻ. ഇപ്പൊ ലോക്കൽ ഒബ്സർവേഷനിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഡാറ്റ കളക്ട് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒബ്സർവ് ചെയ്യും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ യെസ്. ഇതിൽ നേരത്തെ കൊടൈക്കനാലിൽ പോയവരൊന്ന് റൈസ് ഹാൻഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അവർ മാത്രം ഒന്നും കൂടെ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യും. കൊടൈക്കനാലിൽ എക്സാമ്പിൾ എടുത്താ സാർ ഒരാളെ വിളിച്ചു, റാൻഡം. ആൻലി വേണ്ട കേട്ടോ, ആരാധ്യനെ വിളിക്കാം. ഓക്കെ യെസ്, വെറുതെ പറഞ്ഞ ആൻലിയ. ഓക്കെ, ആരാധ്യ. ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, ആരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു? ഒന്നും പറഞ്ഞില്ലേ? ഓക്കെ, പറഞ്ഞു. കൊടൈക്കനാലിൽ പോയി എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷിച്ചേക്കുന്നത്? എന്തോ തിന്നുകയാണോ? ഇല്ല, പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് കൊടൈക്കനാലിൽ പോയപ്പോ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? അവിടുത്തെ പ്രകൃതി ഞാൻ ശ്രദ്ധിച്ചു, ശരിയാ. പിന്നെ നല്ല സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിച്ചു. പിന്നെ പ്രകൃതി, സ്ഥലം ഓർത്ത് വെച്ചോട്ടെ, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാ. പിന്നെ ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ. പിന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്താ? സാധാരണ ആദ്യം ചോദിച്ചാൽ പറയുന്നത്. സഞ്ജു സാർ കൊടൈക്കനാലിൽ പോയപ്പോൾ ശ്രദ്ധിച്ച ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞേ. അടുത്ത ഒരാൾ വിളിക്കാതെ കണ്ട്. അത് വേണ്ട, പറയണ്ട, ഇവിടെ വിളിച്ചേ. ക്യാദറിനെ പറഞ്ഞേ. അതെ, പിന്നെന്തൊക്കെയാ ഇത് കൂടാതെ ക്യാദർ ശ്രദ്ധിച്ചത്? അവരുടെ ലാംഗ്വേജ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ വെള്ളം കുറച്ച് ഉപ്പ് രസമുള്ള ഒരു, ശരിയുണ്ടോ? തമിഴ്നാട്ടിൽ അങ്ങനെ, ഞാനത് ഇപ്പോഴാണ് ആലോചിച്ചത്. ഓക്കെ, പിന്നെ ഡ്രസ്സിംഗ് സ്റ്റൈല്, അവരുടെ ഫുഡ്. ഓക്കെ, സോ ഇപ്പൊ പറഞ്ഞ ആരാധിക്കും, അതേപോലെ തന്നെ കാത്തറിൻ. ഒരു അടിപൊളി ക്ലാസ് കൊടുത്ത എല്ലാവരും. നമ്മൾ ഒരു ലോക്കലിനെ കുറിച്ച്, അങ്ങനെയല്ല, ഒരു എനിക്ക് ഈ സാധനോട് പെട്ടെന്ന് വരുന്നത്, അങ്ങനെയല്ല, നമ്മൾ ലോക്കൽ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ നിരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൊടൈക്കനാലിൽ ഉള്ള ഒരു, കൊടൈക്കനാൽ എന്ന് പറയുന്ന ഒരു ലോക്കൽ ഏരിയ ആണെന്ന് വിചാരിക്കുക. ആ ലോക്കൽ ഏരിയയെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വിവരങ്ങൾ നൽകുന്നത്. 1 ഫുഡ്, 2 ക്ലോത്തിങ്, ഷെൽട്ടർ, അതേപോലെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ്, ആർട്ട്, എന്റർടൈൻമെന്റ്, ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം ഒരു ലോക്കൽ ഒബ്സർവേഷനിൽ അവിടുത്തെ വിവരങ്ങൾ നമുക്ക് കിട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക. ഏതെങ്കിലും ഒരു 5 എണ്ണം പെട്ടെന്ന് പഠിച്ചോളണം. സാർ എല്ലാം റൈസ് ആണെന്ന് മാറ്റി 5 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ റൈസ് ആണ് ചെയ്തു. ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലാംഗ്വേജ്, ആർട്ട്, എന്റർടൈൻമെന്റ്, ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ. ഏതെങ്കിലും ഒരു 5 എണ്ണം. ചോദ്യം എന്താ? വാട്ട് ആർ ദ അതർ ഇൻഫോർമേഷൻസ് ക്യാൻ വി ഫൈൻഡ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ത്രൂ ലോക്കൽ ഒബ്സർവേഷൻ? മലയാളത്തിൽ പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ചരിത്ര രചനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രദേശത്തെ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് എഴുതണമല്ലോ നമുക്ക്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളത്, പ്രാദേശിക നിരീക്ഷണത്തിലൂടെ നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ കണ്ടെത്താൻ പറ്റും ആ ഒരു പ്രദേശത്തെ കുറിച്ചിട്ടുള്ള ചരിത്ര രചനയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഭാഷാ, സാഹിത്യം, കല, വിനോദം, സഞ്ചാരം, വാർത്താവിനിമയം. ഇത്രയും വിവരങ്ങൾ മക്കൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് നോക്കി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ആരാധ്യം, കാതറിൻ മോനും ഒക്കെ പറഞ്ഞു തന്നത്. ഓക്കെ യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം ചോദിക്കുന്നു. അപ്പോൾ വേഗം എനിക്ക് ഉഷാറായിട്ട് പറഞ്ഞു തരണം ഏതെങ്കിലും 5 എണ്ണം. ഓക്കെ സാർ, നമുക്ക് ആദ്യം യെസ് ആദ്യത്തെ വേഗം ഒന്ന് പറഞ്ഞ 5 എണ്ണം. What are the other information can we find for writing history through the local observations? ഏതൊക്കെയാ?
പറഞ്ഞോ. മ്യൂട്ട് ചെയ്തോ, 5 മതി. ഓക്കെ, അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ, അടുത്തത് ആ ഗ്രീൻ കളർ ആരെങ്കിലും വിളിച്ചോ, പോയി. ആരാ? നെവിൻ. ഓക്കെ നെവിൻ മോനെ, ഉഷാറായിട്ട് പറഞ്ഞു. ഏതൊക്കെ കാര്യങ്ങൾ അവിടെ അത് ഇൻഫോർമേഷൻസ് ക്യാൻ ബി ഫൈൻഡ് ഫോർ ദ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. വിളിച്ചോ, പറഞ്ഞോ. കിട്ടിലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ. ഓക്കെ സാർ, സ്പോട്ട് ചെയ്തിട്ട് വിളിച്ചു. ആ, ഈ കാണുന്ന വ്യക്തി ഒന്ന് ആൻസർ പറയൂ. ആ യെസ്, കാണാൻ പറ്റുന്നില്ല. ആ ഇനി ഒന്ന് പറഞ്ഞോ, ഏതൊക്കെയാ 5 കാര്യങ്ങൾ പറഞ്ഞോ. 5 കാര്യങ്ങൾ ഏതൊക്കെയാ? ആ ഓക്കെ യെസ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ യെസ്. അപ്പോ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച എല്ലാ കുഞ്ഞുങ്ങളും. യെസ് യെസ് ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. ഒപ്പീനിയൻ സത്യസന്ധമായിട്ട് പറയാൻ പറ്റുന്നവർ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ മതി കേട്ടോ. സാറേ എല്ലാവരും റൈസ് ഹാൻഡ് ഒന്ന് മാറ്റിക്കോ. നമ്മുടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ക്ലാസ്സുകളും ഹിസ്റ്ററിയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളോട് അടുത്ത വർഷം 7ാം ക്ലാസ്സിൽ ആകുന്ന ഒരു പയ്യൻ വന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ അനിയനോ അനിയത്തിയോ ചോദിക്കുന്നു, ഞാൻ ന്യൂട്ടൺസിൽ ചേർന്നോട്ടെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അടുത്ത ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സത്യസന്ധമായിട്ട് പറയണം. ഓക്കെ, ഒരു 2 പേരോട് നമുക്ക് ചോദിക്കാം. ഓക്കെ യെസ്, വിളിച്ചോ. ആരാ? അഭിരാം. അഭിരാം എന്ത് പറയും? നല്ല സെന്റർ ആണെന്ന് പറയും. പിന്നെ നല്ല ടീച്ചർമാരാണ്. ഓക്കെ, പിന്നെ പറഞ്ഞ കൂടെ അത്ര മതി. ഓക്കെ യെസ്, ഇത് നമ്മൾ പറയിപ്പിച്ച പോലെ. അടുത്തത് ആ, വഴക്ക് പറയുമെങ്കിലും നല്ല സ്നേഹമാണ്. ഓക്കെ യെസ്. അടുത്തൊരാളെ വിളിച്ച സാർ. ഫാത്തിമ ഇഫ്ര. ഓക്കെ ആ, ഇനി നേരെ തിരിച്ചു. അപ്പൊ പറഞ്ഞോ, നമ്മുടെ ന്യൂട്ടൺസിനെ പറ്റി ചോദിച്ചാൽ എന്തൊക്കെ പറയും? ഓക്കെ യെസ്, മ്യൂട്ട് ചെയ്തോ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് മുമ്പ് നമ്മുടെ സഞ്ജു സാറിനെ പറ്റിയായിട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആളോട് ചോദിച്ചു കഴിഞ്ഞ സമയത്ത് വളരെ മോശം അഭിപ്രായമായിരുന്നു. മോശം എന്ന് മറ്റേ സിനിമയിലൊക്കെ പറയുന്ന പോലെ തന്നെ മോശം എന്ന് പറഞ്ഞാൽ മോശം അതന്നെ. പക്ഷേ രണ്ടാമത്തെ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിന് ഇല്ലാത്ത നല്ല ഗുണങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒരാളുടെ അടുത്ത് കൂടെ ചോദിക്കുന്നു. ആരുടെ അടുത്ത് ചോദിക്കും? സഞ്ജു സാറിനെ കുറിച്ചിട്ട്. ആ പൊക്കി പറഞ്ഞോ. ആള് മാറിയൊന്നുമല്ലോ, സഞ്ജു സാർ തന്നെയല്ലേ പറഞ്ഞേ? ആ ഓക്കെ. പിന്നെ തറവാടി. ചില സമയങ്ങളിൽ മ്യൂട്ട് ചെയ്തോ. ഇല്ല, മ്യൂട്ട് ചെയ്തോ. യെസ്, മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരാളും മ്യൂട്ട് ചെയ്യണില്ല. ഇല്ല, പറഞ്ഞോട്ടെ എന്നാണ് പറയുന്നത്. ഓക്കെ, അതെ, പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, പക്ഷെ പലരുടെ മുഖത്ത് ഒരു പുച്ഛമാണ് സാർ. ആൻലി അങ്ങനെ ഇരിക്കുകയുള്ളൂ, കാരണം ആ കൊച്ചിനെ സത്യം അറിയുള്ളൂ. ഓക്കെ, എടാ മക്കളെ, ഇപ്പൊ നമ്മൾ ഈ ചെയ്ത സാധനമാണ്, ഒരാളെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ ഇങ്ങനെ ചോദിച്ചില്ലേ, ഈ ചോദിച്ച സാധനമാണ് ഓറൽ ഹിസ്റ്ററി അഥവാ മെമ്മറീസ് എന്ന് പറയുന്നത്. ആദ്യം ന്യൂട്ടൺസിനെ കുറിച്ചിട്ട് നമ്മൾ ചോദിച്ച സമയത്ത് മെമ്മറീസ്, ഇനിയിപ്പോൾ ഒരു 1 മന്തും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7ാം ക്ലാസ്സിൽ നമ്മൾ എൻജോയ് ചെയ്തതും ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ രംഗൻ ചേട്ടന്റെ പാട്ട് വെച്ച് ഡാൻസ് കളിച്ചതും അതേപോലെ രംഗണ്ണനെ നമ്മുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നതും ഫാസിൽ സാറൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത മൊമെന്റ്സും ഒക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി. അതൊക്കെ ഇനി ഒരാളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായ കാര്യങ്ങളാണ്, മെമ്മറീസ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻജോയ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പ്രസന്റ് ആയിട്ടുള്ളതാണെന്ന് പറയാൻ പറ്റും. അതിനുശേഷം നാടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. നമ്മുടെ സഞ്ജു സാറിനെ കുറിച്ച് ചോദിച്ച സമയത്ത് ഒരാളൊഴികെ മറ്റു 2 പേരും നല്ലതാണ് പറഞ്ഞത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അത് പറഞ്ഞു പറയിപ്പിച്ചാണോ നമുക്കറിയില്ല. ഓക്കെ, പക്ഷെ എനിക്ക് കൃഷ്ണേന്ദ്രന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് സാർ.
കാരണം എനിക്ക് ആ മെസ്സേജസ് ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. എന്നെ കുറിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇയാൾ ചോദിക്കും, അപ്പോൾ നല്ലത് മാത്രം വേണം നീ പറയാനായിട്ട്, ഡയറി മിൽക്ക് മേടിച്ച് തരാം, അങ്ങനെയുള്ള മെസ്സേജ് ഉണ്ടോ എന്ന് എനിക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ സാധനമാണ് ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. എന്താണ് ഓറൽ ഹിസ്റ്ററി? ഈ ഓറൽ ഹിസ്റ്ററി ശരിയാണോ എന്നറിയാനായിട്ട് ഒന്നിലധികം ആളുകളോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു 3 പേരോട് ചോദിച്ചത്. ഇനി ഇത് ലോക്കൽ ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, കണക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ലോക്കൽ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഈ ലോക്കൽ ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ നാട്ടിലെ പ്രധാനപ്പെട്ട കുറച്ച് പ്രായം ചെന്ന ഒരാളോടായിരിക്കുള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നത്, വിവരങ്ങൾ ചോദിക്കുന്നത്. ഈ നാട് എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ നാട്ടിലെ ആളുകളൊക്കെ ജീവിക്കുന്നത്, വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ചോദിക്കും. സോ അങ്ങനെ ചോദിച്ച് ഉറപ്പ് വരുത്തലാണെന്ന് പറയുന്നത് മക്കൾസ് ലോക്കൽ ഹിസ്റ്ററി അഥവാ ഓറൽ ഹിസ്റ്ററി എന്നവിടെ പറയുന്നത്. ലോക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള ഓറൽ ഹിസ്റ്ററി കേട്ടോ. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഓറൽ ഹിസ്റ്ററി എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ, ഒരാൾ പറഞ്ഞു വേറൊരാളെ കുറിച്ചിട്ടോ സ്ഥലത്തിനെ കുറിച്ചിട്ടോ വാമൊഴിയായിട്ട് പറഞ്ഞു തരുന്ന ഹിസ്റ്ററിയാണ് യെസ് ഓറൽ ഹിസ്റ്ററി എന്നവിടെ പറയുന്നത്. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു അല്ലേ സർ? സാറിന് സംശയമൊന്നുമല്ലോ? ഇല്ല. യെസ്. അപ്പോൾ നോക്കാം. എക്സ്പ്ലെയിൻ മെമ്മറീസ് ഓർ ഓറൽ ഹിസ്റ്ററി. ഓക്കെ, സാറിനെ കുറിച്ച് പറയാനുണ്ട് ഇനി? ഇല്ല. ഓക്കെ, നോക്കാം. ഓറൽ ഹിസ്റ്ററി ഈസ് ദ മെമ്മറീസ് കളക്ടഡ് ഫ്രം എ ജനറേഷൻ ദാറ്റ് ഹാസ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. ഒരു പ്രദേശത്തെ കുറിച്ചിട്ട് നമുക്ക് നേരിട്ട്, ഒരു പ്രദേശത്തെ ഒരു ജനറേഷനെ കുറിച്ചിട്ട് നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിൽ നിന്ന് നമ്മൾ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ പറയുന്ന ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ എന്താ ഓറൽ ഹിസ്റ്ററി ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടേക്കുന്നവർ ഡാറ്റ കാണിച്ച്. യെസ്, മഞ്ഞുമൽ ബോയ്സിൽ ഒരു ഓറൽ ഹിസ്റ്ററി നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റും. എന്താണെന്ന് അറിയൂ? അതിൽ ആ ഒരു സുഭാഷ് ആ ഒരു കുഴിയിലേക്ക് പോയ സമയത്ത് അവിടെ നിൽക്കുന്ന ഒരു ചായക്കടക്കാരനോ ഒരു ചെറിയ കച്ചവടക്കാരനോ, എന്താണ് സാർ? നോക്കാം, നമുക്ക് ലാസ്റ്റ് വെക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു സുഭാഷ് കുഴിയിലേക്ക് വീണ സമയത്ത് രക്ഷിക്കാനായിട്ട് പോലീസിനെ വിളിക്കാനായിട്ട് പോകുമ്പോൾ അവര് അടുത്ത് നിൽക്കുന്ന ഒരു എന്താ ആ ഒരു കച്ചവടക്കാരുണ്ടാവും സൈഡിൽ. ആളുടെ അടുത്ത് ഇതിനെ പറയുന്ന സമയത്ത് ആൾ ആദ്യം പറയുന്ന കാര്യം എന്താ? ഇതിനു മുൻപും ഈ ഒരു സ്ഥലത്ത് ഒരുപാട് പേര് വീണിട്ടുണ്ട്, ഇതുവരെ അതിൽ നിന്ന് ആരെയും തിരിച്ച് കിട്ടിയിട്ടൊന്നുമില്ല. സോ അതുകൊണ്ട് നിങ്ങൾ മടങ്ങി പോകുന്നതാണ് നല്ലത്. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ആ ഒരു സീൻ കണ്ടത് ഓർമ്മയുള്ളവർക്കൊന്ന് ഡാറ്റ കാണിച്ചേ. ആ ഒരാൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പണ്ടത്തെ ഹിസ്റ്ററിയാണ് അയാൾ എന്ത് ചെയ്യുന്നത്, വാമൊഴിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇറ്റ്സ് ഓറൽ ഹിസ്റ്ററി. ഓക്കെ, ഇതിൽ നല്ല എക്സാമ്പിൾ പെട്ടെന്ന് പറയാനായിട്ടില്ല. കളക്ടിങ് ദ മെമ്മറീസ് ഓഫ് ദ എൽഡേഴ്സ് ആൻഡ് ദ പ്ലേസ് ചൂസൺ ഫോർ റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഒരു സ്ഥലത്തെ പ്രായം ചെന്നവരിൽ നിന്ന് വിവരങ്ങൾ തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് ഓറൽ ഡിസ്ക്രിപ്ഷൻ ടു collect information on the institution, transport facilities, style of the dressing and the food culture of a locality to write the history of that place. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് മീൻസ് അവിടെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടണമെന്നുള്ള കാര്യങ്ങളാണ്. The memories of the different persons on this matter will help reconstructing history. ആ ഒരു ചരിത്രത്തെ കുറിച്ചിട്ട് അറിയാനായിട്ട് അവിടെ ശരിക്കും ഒരാളോട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഈ സുഭാഷ് വീണ ആ ഒരു കുഴിയിൽ നിന്ന് വേറെ ആരും നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളത്. സോ ആ ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് ആ ഒരു പ്രദേശത്തുള്ള കുറച്ച് എൽഡേഴ്സ് ആയിട്ടുള്ള മറ്റു പല ആളുകളെയും കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആളുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാം. ദിസ് മെമ്മറീസ് ഹെൽപ്പ് us to analyze the practice that existed the societies and changes were effected in due course. പെട്ടെന്ന് ആ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അവിടെ മുമ്പ് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് കുറച്ച് പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു, ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമ്മുടെ സഞ്ജു സാറിനെ നാണം കെടാതെ രക്ഷിച്ചതും. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു വെരിഫൈ ഓറൽ ഇൻഫോർമേഷൻ കളക്ടഡ് വിത്ത് അതർ സോഴ്സസ് ടു എൻഷുർ ക്രെഡിബിലിറ്റി. അതായത് നമ്മൾ കേട്ട വിവരങ്ങൾ സത്യമാണോ എന്നറിയാൻ കുറച്ച് പേരോടെങ്കിലും ചോദിച്ചിട്ട് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ആദ്യത്തെ ഒരാളോട് മാത്രമേ ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നത്? ബാഡ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത്. ഓക്കെ, ഇപ്പൊ 2 പേരോട് പറഞ്ഞ് നേരത്തെ വെച്ചത് കാരണം നാണം കെടാതെ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോ യെസ്. അപ്പോൾ അടുത്ത് നോക്കാം, ഇതിനെ മലയാളോട്ടോ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയുള്ളൂ. നേരനുഭവങ്ങളുള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണ് വാമൊഴി ചരിത്രങ്ങൾ എന്ന് പറയുന്നത്.
പ്രദേശത്തെ ചരിത്ര രചന, അതേപോലെ കാണിക്കട്ടെ സാർ, നമുക്ക് നടത്താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ മുതിർന്ന ആളുകളുടെ ഓർമ്മകൾ ശേഖരിക്കുന്നത് ഏറെ പ്രധാനമാണ്. ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, വസ്ത്രധാരണ രീതി, രുചിശീലങ്ങൾ തുടങ്ങി ചരിത്ര രചനയ്ക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വാമൊഴി വിവരങ്ങൾ അനിവാര്യമാണെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ്, ഇവയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ വ്യക്തികളുടെ ഓർമ്മകൾ ചരിത്ര പുനർനിർമ്മിക്കാനായിട്ട് നമ്മെ സഹായിക്കും. ദാറ്റ് മീൻസ് പണ്ട് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. സമൂഹത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളും പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങളും വിശകലനം ചെയ്യാനായിട്ട് ഓർമ്മകൾ സഹായിക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, വാമൊഴി സ്രോതസ്സുകളെ മറ്റു സ്രോതസ്സുകളുമായിട്ട് ഒപ്പം ചേർത്ത് വെച്ച് പരിശോധിച്ച് വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ എല്ലാവരും. ഇപ്പൊ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. യെസ്, ഓക്കെ ആണ്. ഒരു ടോപ്പിക് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഒരു ടോപ്പിക് കൂടെ, ലാസ്റ്റ് കുഞ്ഞു ടോപ്പിക്കാ, ഫാമിലി ഹിസ്റ്ററി. യെസ്, എപ്പോഴത്തെയും പോലെ അദ്ദേഹത്തെ തന്നെ ഇനി വിളിക്കണോ വേണ്ട, യെസ്, ഇത്രയും പറഞ്ഞല്ലേ. ഫാമിലി ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും കുടുംബചരിത്രം. അപ്പോ കുടുംബചരിത്രത്തെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ ഇനിയും വിളിക്കുന്നില്ല, ചിലപ്പോൾ ഇനിയും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കേടാ. അപ്പോൾ നമുക്ക് തെരേസ പറഞ്ഞത് മാത്രം വിശ്വസിക്കുക. ഇദ്ദേഹം, അത് സത്യസന്ധമായിട്ടുള്ള കാര്യമുണ്ട്, ഇദ്ദേഹം നാട്ടുകാർക്കൊക്കെ വെള്ളം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, അത് സത്യസന്ധമായ കാര്യമാണ്. ഓക്കെ, അപ്പോൾ കുടുംബചരിത്രം ഒരു പ്രദേശത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു പ്രദേശത്തുള്ള കുടുംബങ്ങളെ പറ്റിയിട്ടും അറിയണം. ആ ഒരു പ്രദേശത്തെ ചരിത്രം പഠിക്കുന്ന സമയത്ത് എങ്ങനത്തെ കുടുംബങ്ങളാണ്, അതല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് ചരിത്ര രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് ആ ഒരു സ്ഥലത്ത്. ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു പ്രദേശം, ആ ഒരു പ്രദേശം അറിയപ്പെടുന്നത് തന്നെ ചിലപ്പോൾ വല്ല പ്രധാനപ്പെട്ട കുടുംബങ്ങൾ ആ ഒരു ഏരിയയിൽ താമസിച്ചിരുന്നെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ആ ഒരു ഏരിയ, ആ ഒരു ഹിസ്റ്ററി പറയുന്ന സമയത്ത് ഈ ഒരു കലാകാരൻ താമസിച്ചിരുന്നത് ഈ ഒരു പ്രദേശത്താണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ടോവിനോനെയാണ്. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ടോവിനോന്റെ വീട്. കണ്ടിട്ടുള്ളവരെന്ന് ഡാറ്റ കാണിച്ചേ. ഓക്കെ, കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇരിങ്ങാലക്കുടയെ പറ്റിയിട്ട് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട ഹിസ്റ്ററി പറയുന്ന സമയത്ത് ചിലപ്പോൾ പറയുന്ന ഒരു പേരായിരിക്കുള്ളൂ ഇത് നമ്മുടെ ടോവിനോ തോമസ്, അതേപോലെ ഇന്നസെന്റ്, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പോൾ കുടുംബങ്ങൾക്ക് എന്തുണ്ട്, ഒരു ലോക്കൽ ഹിസ്റ്ററിയിൽ കൃത്യമായിട്ടുള്ളൊരു പങ്കുണ്ട്. അതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഹിസ്റ്ററി ഓഫ് ഫാമിലീസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലിറ്റററി സോഴ്സ് ഇൻ ദ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്. It is the responsibility of the local historian to collect the information on the intervention or the contribution made by the individual to growth and the progress of a village or region after ensuring the credibility of the information. അതായത് കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചരിത്ര രചനയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാഹിത്യ സ്രോതസ്സാണ്. ഒരു ഗ്രാമത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠത, അതായത് അതിൻ്റെ ക്രെഡിബിലിറ്റി ഉറപ്പാക്കിയിട്ട് ശേഖരിക്കുക എന്നത് ഒരു പ്രാദേശിക ചരിത്ര നിരീക്ഷകന്റെ അല്ലെങ്കിൽ അന്വേഷകന്റെ ഒരു കടമയാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്തുള്ള ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുടുംബങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ റോൾ എന്താണ് എന്ന് അന്വേഷിച്ച് അതിന്റെ ക്രെഡിബിലിറ്റിയൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആരുടെ കടമയാണ്? ഈ പറയുന്ന ചരിത്ര അന്വേഷകന്റെ കടമയാണ്. ഈ ഒരു ടോപ്പിക് കൂടെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഫാമിലി ഹിസ്റ്ററി ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച എല്ലാവരും. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ലോക്കൽ ഹിസ്റ്ററിയിൽ ഫാമിലിയുടെ റോളും കുടുംബങ്ങളുടെ റോളും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കുടുംബ ചരിത്രവും പ്രാദേശിക ചരിത്ര രചനയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എണ്ണമാണെന്ന് അവിടെ മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ചേ. യെസ്, സഞ്ജു സാറിനെ കുറിച്ചിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. യെസ്, ഇത്രയും നേരം നമ്മൾ അദ്ദേഹത്തെ കുറിച്ചിട്ട്, അദ്ദേഹം എന്നൊക്കെ ആയിപ്പോയി, ഇതിനെ കുറിച്ചിട്ട് നമ്മൾ പല സാധനങ്ങളും പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മുടെ സഞ്ജു സാർ എന്ന് പറയുന്നത് ഇപ്പൊ ഈ നാട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ശരിക്കും. ഈ പറഞ്ഞ കലാകാരൻ, സ്പോർട്സ് പ്ലെയർ ആണ്, ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു. യെസ്, അതിന്റെ തെളിവും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഇതൊക്കെ കഴിഞ്ഞ 1 ഇയറിനുള്ളിൽ അദ്ദേഹത്തിന് കിട്ടിയ ട്രോഫീസ് ആണ് കേട്ടോ. ഒരു ക്ലാപ്പ് കൊടുത്തേ. യെസ്, യെസ്, പല പല ട്രോഫികൾ കാണാൻ പറ്റും. ഇപ്പോ കാശ് കൊടുത്ത് മേടിച്ചൊന്നുമല്ല.
27 വയസ്സുള്ള അദ്ദേഹം ഇല്ല മക്കളെ 25 ഇല്ല 26 ഓക്കെ 22. 26 വയസ്സുണ്ട്. 26 വയസ്സുള്ളപ്പോഴും അണ്ടർ 15 അണ്ടർ 14 കളിച്ച് നേടിയ ട്രോഫികളാണ് അതൊക്കെ കേട്ടോ. ഓക്കെ യെസ്. അപ്പോ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ട്, നാളത്തേക്ക് എടുത്താൽ മതിയോ അത്? ഈ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം നാളെ നമുക്ക് സോഷ്യൽ ക്ലാസ് തന്നെ വെച്ചാൽ ഇതേപോലെ കുറെ ഹിസ്റ്ററികൾ പറയാറുണ്ട് നമുക്ക്. ഓക്കെ, നാളെ ഹിസ്റ്ററി ക്ലാസ് തന്നെ വേണമെന്നുള്ള ഒരു ചാപ്റ്റർ കാണിച്ച്. ഓക്കെ, നാളെ ഏതൊരുത്തം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കി വെച്ചോ അതിനെ. ഒരുത്തി പേര് ഹെലൻ. നാളെ അതിനോട് ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് ഡാറ്റയാണ്. പക്ഷേ നാളെ അതിനോട് ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ കുറച്ച് വാങ്ങുന്നുണ്ട്. നാളെ നമുക്ക് ഇതേപോലെ സോഷ്യൽ ക്ലാസ് തന്നെ ആയിരിക്കുള്ളൂ. ഏതെങ്കിലും ഒരു 1-2 ചാപ്റ്റേഴ്സ് ഉണ്ട് ഇതിൽ. ഇനി ആകെ കുറച്ച് ഭാഗമേ പഠിക്കാനുള്ളൂ, ഒരു 10 സ്ലൈഡിന്റെ അടുത്തുള്ളൂ. ബാക്കി നമുക്കൊരു ചാപ്റ്ററിന്റെ റിവിഷനും കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മൾ കുറേയൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് ഓരോ സംഭവങ്ങളും പഠിച്ചു പോകുന്നത്. ഇനി നാളത്തെ ദിവസം ഈ ഒരു ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം എടുക്കുന്ന സമയത്ത് ക്ലാസ്സിൽ വെച്ച് തന്നെ ആ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിച്ചും പോകണം. അതേപോലെ ഒരു 2 ചാപ്റ്റേഴ്സ് നാളത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, എളുപ്പമുള്ള 2 ചാപ്റ്റേഴ്സ് എടുക്കാം. ആ 2 ചാപ്റ്റേഴ്സ് നാളെ നമുക്ക് എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്ത് പഠിച്ച് തീർക്കുകയും വേണം. അപ്പോൾ ഈ ചാപ്റ്റർ തീരും, നാളത്തേക്ക് വേറൊരു 2 ചാപ്റ്ററിന്റെ കിഡിലോസ്കി റിവിഷനും തീരും എന്തായാലും. ഓക്കെ യെസ്. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറയാനായിട്ട്. എന്തെങ്കിലും ഡൗട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയാനോ സംസാരിക്കാനോ വർത്താനം പറയാനോ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കുക. അല്ലാത്ത കുഞ്ഞുങ്ങളെല്ലാവരും ലീവ് ആയിക്കോളൂ. ടാറ്റാ, ഗുഡ് നൈറ്റ്.